കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജി ജയപാൽ, അസോസിയേഷൻ്റെ ഭാരവാഹികളെ, കേരളത്തിലെ മാധ്യമ രംഗത്തെ തലയെടുപ്പുള്ള മുതിർന്ന ഒരുപാട് വാർത്തകളിലൂടെ സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. രാജശേഖരൻ, ജോയ് മണ്ണൂർ, ബാബു വളപ്പായ, നിതിൻ എന്നിവരെല്ലാം. കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഗംഭീരമായ സമ്മേളനമാണ് ഇവിടെ നടന്നത്. മാധ്യമങ്ങളെല്ലാം ഗംഭീരമായ പിന്തുണയും വാർത്ത കൊണ്ട് വലിയ വിന്യാസത്തും കൊണ്ട് ഈ സംഭവത്തെ ഗംഭീരമാക്കി ജനങ്ങളിലേക്ക് എത്തിച്ചു. അസോസിയേഷൻ്റെ ആവശ്യങ്ങൾ, സന്ദേശങ്ങൾ എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന് ഈ മാധ്യമങ്ങൾക്ക്, മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ടൂറിസ്റ്റുകളെ മാത്രമല്ല, നാട്ടിലെ ജനങ്ങളെ ഊട്ടുന്ന ദൈവത്തിൻ്റെ കരങ്ങളാണ് ഹോട്ടൽ ഉടമകൾ. ദൈവത്തിൻ്റെ കരങ്ങളാണ്, പുണ്യമായ കരങ്ങളാണ്. നേരത്തെ ഇവിടെ പ്രസംഗിച്ച സുരേഷ് ഗോപി പറയുകയുണ്ടായി, അമ്മ കരങ്ങളാണ്. അമ്മയുടെ വാത്സല്യത്തോടെയുള്ള അങ്ങനെയാണ് ഇവിടെ ഭക്ഷണം ഹോട്ടലുടമകൾ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം വിളമ്പുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു ശീലമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതേ സമയം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ 15,000-ഓളം ചെറുകിട ഹോട്ടലുകൾ അടച്ചുപൂട്ടി പോകേണ്ടി വന്നു എന്നുള്ളതാണ്. ഹോട്ടലുകൾ നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസമുണ്ടാകുന്ന രീതിയിലുള്ള നിയമങ്ങൾ, ലൈസൻസ് രാജ്, മാലിന്യ സംസ്കരണത്തിന് സ്വന്തമായി പ്ലാന്റ് ഉണ്ടാക്കണമെന്ന നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പേരിലുള്ള വേട്ടയാടലുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങൾ ഹോട്ടലുകളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയുന്ന അവസരത്തിലാണ് ഈ സമ്മേളനം ഇവിടെ നടത്തുന്നത്. അങ്ങനെയൊരു അവസരത്തിലാണ് ഈ സമ്മേളനത്തിൽ ഒരു മാധ്യമ സെമിനാർ, മാധ്യമ ചർച്ച ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ മാധ്യമ ചർച്ചയിൽ ആദ്യമായി സീനിയറായിട്ടുള്ള ജേർണലിസ്റ്റായിട്ടുള്ള മാതൃഭൂമിയുടെ ബ്യൂറോ ചീഫായ രാജശേഖരന് 2 വാക്ക് സംസാരിക്കാൻ, കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, വിലയിരുത്താൻ ഞാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് ബ്രദർ ഇൻ ലോ, ഒരു ഹോട്ടൽ ഉടമ കൂടിയാണ്. അദ്ദേഹം ഇവിടെ വരുമ്പോൾ പറയുകയുണ്ടായി, വളരെ അഭിമാനത്തോടെ പറയുകയുണ്ടായി, എൻ്റെ ബ്രദർ ഇൻ ലോ ഒരു ഹോട്ടൽ ഉടമയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. താങ്ക് യു. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട ഫ്രാങ്കോ, ഹോട്ടൽ ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, ഇത്തരത്തിലൊരു മാധ്യമ സെമിനാറിൽ പങ്കെടുക്കണം എന്ന ഒരു ആവശ്യം എൻ്റെ മുന്നിലേക്ക് വെക്കുമ്പോൾ എനിക്ക് വലിയ രൂപം ഒന്നും ഉണ്ടായിരുന്നില്ല ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ഇവിടെ വന്നിരുന്നപ്പോൾ പോലും നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഞാൻ ഇരിക്കുകയാണ്, ഇരുന്ന് സംസാരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഞാനൊന്ന് സത്യം പറഞ്ഞാൽ ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു കേട്ടോ. ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ മാധ്യമ ലോകത്തിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. പിന്നെ വ്യക്തിപരമായി ഫ്രാങ്കോ പറഞ്ഞ പോലെ എൻ്റെ അളിയൻ, എൻ്റെ ഏക സഹോദരി ഭർത്താവ് നിങ്ങളുടെ അംഗമാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നും അദ്ദേഹവും ഈ സമ്മേളനത്തിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചിരുന്നു. സംസ്ഥാന പ്രസിഡന്റിനും അദ്ദേഹത്തെ അറിയാം. പേര് നന്ദകുമാർ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ഹൃദയ ബന്ധമുള്ളത് കൊണ്ട് നമുക്കങ്ങനെ ഒഴിഞ്ഞു പോകാനും കഴിയില്ലല്ലോ. പിന്നെ ഇതിനെ ഒക്കെ അപ്പുറത്ത്
ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേറെ ഏതൊക്കെ വാണിജ്യ രംഗം, ഇതിന് വ്യവസായം എന്ന് പറയണോ, വാണിജ്യം എന്ന് പറയണോ, സേവനം എന്ന് പറയണോ എന്നൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എല്ലാം കൂടി ചേർന്ന ഒരു വിഭാഗമാണ് ഈ നമ്മളെ അന്നം ഊട്ടുന്നവർ എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ മാതൃഭൂമിയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ കുടുംബമായിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്ന എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ വെളിയിൽ എവിടെ ജോലി ചെയ്താലും ഞാൻ നിങ്ങളെ ആശ്രയിക്കുന്ന ആളാണ്. അപ്പോൾ കേരളത്തിൽ എത്രയോ പരശതം ആൾക്കാർ അത്തരത്തിൽ ആശ്രയിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ ഈ പറയുന്നത് പോലെ ഭക്ഷണം എന്ന് പറയുന്നത് കേവലം ഒരു വ്യവസായമോ ഒരു കച്ചവടമോ ഒരു വാണിജ്യമോ ഒന്നുമല്ല. അതിന് ഒരു സംസ്കാരമുണ്ട്, ഒരു മനുഷ്യത്വം ഉണ്ടാകണം. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അസോസിയേഷൻ ഇത്തരം രീതിയിൽ ഇത്ര കാലം നിലനിൽക്കുവാൻ കഴിയുന്നത്. പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിന് എതിർദിശയിൽ നിൽക്കുന്ന ആളുകളാണ് മാധ്യമങ്ങളെന്ന് നിങ്ങൾ ധരിച്ചേക്കാം. അവിടെയും നമുക്ക് പറയുവാനുള്ളത് ഒരു ലാഭേച്ഛ മാത്രമല്ല, ലാഭമില്ലാതെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഏത് മേഖലയിലായാലും ഒരിക്കലും ശാശ്വതമല്ല. അങ്ങനെ ഉള്ള ഒരു ഇതിൽ സ്വാഭാവികമായും മാനുഷികമായ, അല്ലെങ്കിൽ ഇത് ഭക്ഷണമാണ്, ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്, അവൻ്റെ ഭാവിയുടെ കാര്യമാണ് എന്നുള്ള വിധത്തിൽ അതിനോട് ഏറ്റവും സംസ്കാര സമ്പന്നമായ വിധത്തിൽ അതിനോട് പ്രതികരിക്കുവാനും അത് നടപ്പാക്കുവാനും ഓരോ ഹോട്ടൽ ഉടമയ്ക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നാണ് വ്യക്തിപരമായി എനിക്കുള്ള അഭിപ്രായം. അതിനു പുറമെ ഇത് പലതരത്തിലുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഫ്രാങ്കോ ഇവിടെ പറഞ്ഞതുപോലെ, കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ, അമ്മ, നമുക്ക് ഭക്ഷണമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഏതൊരാളിൻ്റെ മനസ്സിലും ആദ്യം വരുന്ന ഒരു രൂപം അമ്മയുടേതായിരിക്കും, സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതെന്താ, ആ ഒരു വാത്സല്യമാണ്. ആ ഒരു വാത്സല്യത്തോടു കൂടി എത്ര മോശം ഭക്ഷണമായാൽ പോലും വാത്സല്യത്തോടു കൂടി അമ്മ നമുക്ക് അത് സെർവ് ചെയ്യുമ്പോൾ നമ്മളത് കഴിച്ചു പോകും, അല്ലേ? യാതൊരു തർക്കവുമില്ലാതെ. അപ്പോൾ അത്തരത്തിൽ ഒരു വിലയോടെയും ഈ ഭക്ഷണം കൊടുക്കുന്ന ആളിൻ്റെ ഒരു നന്മയെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടും അത് വിതരണം ചെയ്യുവാനുള്ള ഒരു ശ്രമം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ്റെ അംഗങ്ങളായിട്ടുള്ള എല്ലാവരിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ട്, നാളെയും ഉണ്ടാകണം എന്നുള്ള ഒരഭ്യർത്ഥനയോടുകൂടി നിങ്ങളുടെ ചില പ്രശ്നങ്ങൾ ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത് അത്തരം പ്രശ്നങ്ങളിൽ, അത്തരം വിഷയങ്ങളിൽ ലൈസൻസ് രാജ് എന്ന് പറയുന്ന പുതിയ സംവിധാനം, ഓരോ ഹോട്ടലും ആ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ശുദ്ധി ഉറപ്പാക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിയാണോ എന്നെനിക്കറിയില്ല, അത് തിരുത്തണം അങ്ങനെ ഉണ്ടെങ്കിൽ. ഇന്നത്തെ കാലത്ത്, പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ കിണറ്റിൽ നിന്നും വെള്ളം അതേപോലെ നമ്മൾ കോരി കുടിക്കുമായിരുന്നു. ഇപ്പം കേരളത്തിലെ ഒരു കിണറ്റിൽ നിന്നും അങ്ങനെ വെള്ളം കോരി കുടിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, കഴിയുകയുമില്ല. കാരണം കോളിഫോം ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ഭൂഗർഭ ജലത്തിൽ പോലും അതിൻ്റെ തോത് വളരെ വലുതാണ്. അപ്പോൾ ഇത്തരം മോശം വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഭക്ഷണവും മോശമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സോഴ്സിൽ അതിനെ നന്നാക്കുവാനുള്ള ശ്രമം നിയമപരമായി ആവശ്യമാണ്, അനിവാര്യമാണ്. പക്ഷേ അവിടെ ഒരു ചെറുകിട ഹോട്ടൽ ഉടമയ്ക്ക് ഇത്തരം ഒരു സംവിധാനം ഉണ്ടാക്കുവാൻ എത്രത്തോളം സാമ്പത്തികമായ ബാധ്യത ഉണ്ടാകും എന്നുള്ള കാര്യം ഈ നിയമം അനുശാസിക്കുന്നവർ അല്ലെങ്കിൽ നടപ്പാക്കാൻ നിർബന്ധിക്കുന്നവർ തീർച്ചയായും അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വിധത്തിൽ അതിനോട് പ്രതികരിക്കണം എന്നുള്ളതാണ്. ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ സമാപന സമ്മേളനത്തിൻ്റെ വാർത്ത കൂടി കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയും നിങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട സർക്കാരുകളുമായി കൂടി ആലോചിച്ച് അത്തരം കാര്യങ്ങളിൽ ഏറ്റവും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നുള്ള വിധത്തിൽ സംസാരിച്ചിട്ടുണ്ട്. വളരെ ശുഭോദർക്കമായ കാര്യമാണത്. ഏതായാലും സർക്കാരിന് ഒരു പൈസ പോലും മുതൽ മുടക്കില്ലാതെ ഇവിടെ വരുന്ന
വിനോദസഞ്ചാരികളെ അടക്കം ഏറ്റവും നന്നായി സേവനം ലഭ്യമാക്കുവാൻ പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ നിങ്ങളുടെ നിലനിൽപ്പ് സർക്കാരിൻ്റെയും ഞങ്ങളെപ്പോലുള്ള പൊതുജനങ്ങളുടെയും ഒക്കെ ആവശ്യമായതുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ആവശ്യങ്ങളോട് ഏറ്റവും ഉദാത്തമായ സഹകരണം നൽകുവാൻ എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും വ്യക്തിപരമായും ഞാൻ ശ്രമിക്കും എന്നും കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളോടെല്ലാം സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. വളരെ നന്ദി, വളരെ താങ്ക് യു രാജശേഖരൻ. ഇനി സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയും തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ മുൻ പ്രസിഡൻറ്റും മംഗളം പത്രത്തിൻ്റെ തൃശ്ശൂർ റെസിഡൻറ്റ് എഡിറ്ററുമായിരുന്ന ശ്രീ ജോയ് എം മണ്ടൂർ സംസാരിക്കും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹികളെ, മീഡിയ ഇതിൻ്റെ കോർഡിനേറ്റർ എൻ്റെ പ്രിയ സുഹൃത്ത് ഫ്രാങ്കോ ലൂയിസ്, എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാജശേഖരൻ, ബാബു വെളപ്പാൻ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രിയപ്പെട്ട പ്രതിനിധികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, ആദ്യം തന്നെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇന്നൊരു സ്ഥാനത്തിനോ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിനോ മാത്രം സ്വപ്നം കാണാവുന്ന വിധത്തിൽ അത്ര മനോഹരമായി ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളെ, അതുപോലെ മുഴുവൻ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ സംഘടനയ്ക്ക് 60 വയസ്സ് തികഞ്ഞിരിക്കുന്നു. ഒരിക്കൽ തൃശ്ശൂർ മുമ്പ് നടത്തിയിട്ടുണ്ട്. അന്ന് ഞാൻ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് പത്രസമ്മേളനവും വലിയൊരു എക്സിബിഷനും 2016 അതുപോലെ വിവിധ പരിപാടികളൊക്കെ നടത്തി കാര്യം ഞാൻ ആലോചിക്കുകയാണ്. അന്നും മനോഹരമായിരുന്നു. പക്ഷേ അതിനേക്കാളേറെ കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന വിധത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഇന്ന് സാരഥികളെയും അതൊക്കെയൊക്കെ അഭിനന്ദിക്കുകയാണ്. മീഡിയ സെമിനാറിനെ കുറിച്ച്, മീഡിയയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ സുഹൃത്ത് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളൊക്കെ നമുക്കറിയാം. കേന്ദ്ര സംസ്ഥാന നയങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്ത് കാണും. ഹോട്ടൽ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുന്ന നിയമങ്ങളും കരിനിയമങ്ങളും ഒക്കെ നിങ്ങൾ സവിസ്തരം ചർച്ച ചെയ്ത് കാണും എന്ന് ഞാൻ വിചാരിക്കുക. ഏതാനും നിങ്ങളുടെ പത്രക്കുറിപ്പുകളും മറ്റുമൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ പത്രങ്ങളിൽ കാണുകയുണ്ടായി. ഇന്ന് എല്ലാ രംഗത്തും ഭയപ്പെടുത്തുന്ന വിധത്തിൽ ഈ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിൽ ക്രിമിനൽ അഴിഞ്ഞാട്ടങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലെല്ലാം എന്ന് ഞാൻ വിചാരിക്കുക. ഹോട്ടൽ അടച്ചു കഴിഞ്ഞാലും തുറന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ഹോട്ടലിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്ന ആ ക്രിമിനൽ സംഘങ്ങൾ ഉൾപ്പെടെ അതിനൊക്കെ വിത്തും വളവും മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ, അതിപ്പോൾ ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഭരണത്തെ പറയുന്നു എന്നല്ല, രാഷ്ട്രീയത്തെ മൊത്തമാണ് പറയുന്നത്. ഇതിനൊക്കെ ഒരു ഓശാന പാടുന്ന രീതിയിൽ മാധ്യമങ്ങളുടെയും ഒരു പൊതു സ്വഭാവം അത്തരം രീതിയിലേക്ക് മാറുന്നത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം.
പക്ഷേ നേരത്തെ ഫ്രാങ്കോയും രാജശേഖരനും കൂടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങളൊക്കെ കുറേ അധികം യാത്ര ചെയ്യുന്നവരാ. ഓരോ കുടുംബവുമായിട്ടും അല്ലാതെയും സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ പണ്ടത്തെ കാലത്തേക്കാൾ ഇന്ന് ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ ആതിഥേയത്വവും ഒക്കെ സ്വീകരിച്ച് മനുഷ്യർ അവരുടെ ജീവിതത്തിൽ നല്ലൊരു ഭാഗവും ചെലവഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നല്ലൊരു അന്തരീക്ഷത്തിൽ ഈ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ നാടിൻ്റെ പൊതു സ്വഭാവമാണ്. എല്ലാവരും പറയും ഹോം സ്റ്റേ മാത്രം വന്നുകൊണ്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയും എന്ന്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തിയല്ല. ഹോം സ്റ്റേ ഒക്കെ നമുക്ക് ആവശ്യമാണ്. കേരളത്തിൻ്റെ പൊതുവികസനത്തിൽ അതൊക്കെ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ഒരു സംസ്കാരം ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അവിടുത്തെ ഉടമകൾ മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്ന ജീവനക്കാർ ഒരു നല്ല സംസ്കാരം വളർത്തിയെടുക്കാൻ ഒരുപക്ഷെ ഒരു 10-28 രാജ്യങ്ങളിൽ താമസിച്ചിട്ടുള്ള അവസരം ലഭിച്ചിട്ടുള്ളവനാണ് ഞാൻ, യൂറോപ്പിലൊക്കെ ആയിട്ട്. അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ ഒരു വലിയ അതിഥിയായി സ്വീകരിക്കുന്ന അവരുടെ ഒരു അവിടുത്തെ ജീവനക്കാരുടെ, അത് ചിലപ്പം വനിതകളായിരിക്കാം, പലതരത്തിലുള്ള ജീവനക്കാരികളായിരിക്കാം, അവരൊക്കെ നമ്മളോടുള്ള ആ സ്നേഹം അത് പ്രകടിപ്പിക്കുന്നത് അത്തരമൊരു മനോഭാവം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ ഹോട്ടൽ ഒക്കെ അത്തരം സമീപനമുണ്ട്. എങ്കിൽ പോലും ചിലയിടത്ത് ഇത് ഉടമയുടെയോ ഇത് നടത്തിപ്പുകാരുടെയോ ഒരു കുറ്റം കൊണ്ടല്ല, പക്ഷെ ചില ജീവനക്കാരുടെ ചില നയങ്ങൾ അവർക്കൊരു ഹോട്ടൽ അത് നമ്മുടെ അവിടെ വരുന്നവരെല്ലാം നമ്മുടെ അതിഥികളാണ് എന്നുള്ള ഒരു ബോധ്യം അവരിൽ ഉണ്ടാക്കുവാൻ നമ്മൾ ശ്രമിക്കണം. എന്നിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ മീഡിയ രംഗത്തെക്കുറിച്ച് എന്തെങ്കിലും മീഡിയ ചർച്ചയാണ് അന്ന് ഹോട്ടൽ വ്യവസായത്തെ കേന്ദ്രീകരിച്ചാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വ്യക്തമായൊരു ധാരണ കിട്ടിയിട്ടില്ല. മീഡിയയെക്കുറിച്ചാണെങ്കിൽ ആ രീതിയിലേക്ക് അത് മാറ്റേണ്ടതുണ്ട്. ഒരു പക്ഷേ ഇന്ന് ഇന്ന് മീഡിയയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് പൊതുവിൽ മാധ്യമപ്രവർത്തകർ നേരിടുന്ന വലിയ അധിക്ഷേപങ്ങളുണ്ട്. മാധ്യമങ്ങൾ ഇന്ന് അതിൻ്റെ മാധ്യമപ്രവർത്തകരെ വിശേഷിപ്പിക്കുന്ന മാപ്രകൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും. മാപ്രകൾ ത്തോട് മാധ്യമപ്രവർത്തകർ ചെയ്ത ദോഷം എങ്ങനെ ഈ സമൂഹം ആരോപിക്കാൻ കാരണം, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ടകളുണ്ടോ ഇത്തരം ഒരു പേരുകൾ സൃഷ്ടിക്കാൻ? മാധ്യമപ്രവർത്തകരെ ഭയപ്പെടുത്താൻ ഏതോ ഹിഡൻ അജണ്ടകൾ ആരുടെയെങ്കിലും മൂശയിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണോ ഇത്തരം പേരുകൾ രൂപം കൊള്ളുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് സമൂഹം ആക്ഷേപിക്കുമ്പോൾ അവര് ഉൾവലിയാനുള്ളൊരു പ്രവണത അവരിൽ മനഃപൂർവം ചില കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുകയാണ്. തങ്ങളുടെ മൂടിവെച്ച ചില യാഥാർത്ഥ്യങ്ങൾ, ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാണിക്കും. അതിൽ ഭയപ്പാടുള്ള ചിലർ ഈ മാബ്ര എന്ന മുദ്ര കുത്തി അവരെ തളച്ചിടാൻ അല്ലെങ്കിൽ വളയത്തിലാക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം മാധ്യമ പ്രവർത്തനം എന്നുള്ളത് ഒരു മഹത്തായ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയാണ്. അത് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പടപൊരുതിയ അന്ന് ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന
ആ പത്രം ഇവിടെ ആരംഭിച്ചിട്ട് അതിന്റെ പത്രാധിപർ ഒരു ഇംഗ്ലണ്ടുകാരനായിരുന്നു, സർ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു ആ പത്രത്തിന്റെ ഉടമ. പക്ഷേ ഈ രാജ്യത്തിന് എതിരായി നിന്ന ബ്രിട്ടീഷ് സർക്കാരിനെ നോക്കി ആ മഡ്രീഷുകാരനായ പത്രപ്രവർത്തകൻ പറഞ്ഞു, ഇത് ശരിയല്ല, ഇന്ത്യക്കാരെ ഇങ്ങനെ അടിമകളാക്കുന്നത് ശരിയല്ല എന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു സർ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. അദ്ദേഹത്തെ പ്രീണിപ്പിക്കാൻ നോക്കി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, വൈസ്രോയിയെ നോക്കി പറഞ്ഞു, താങ്കൾ ചെയ്യുന്നത് തെറ്റാണ്, താങ്കൾ സ്വജനപക്ഷപാതമാണ് കാണിക്കുന്നത്, താങ്കൾ അഴിമതിയാണ് കാണിക്കുന്നത്, താങ്കളുടെ സിൽബന്ദികളെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ തിരികെ കയറ്റിക്കൊണ്ട് ഈ ഇന്ത്യക്കാരെ അടിമകളാക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സധൈര്യം പറഞ്ഞ ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു അയാൾ. ഒരു മാധ്യമം, ഇന്ത്യയിലെ ആദ്യത്തെ പത്രപ്രവർത്തകൻ. അതുപോലെ സ്വദേശമാനി രാമകൃഷ്ണപിള്ള, നമുക്കറിയാം, നാടുകടത്തപ്പെട്ട ആ പത്രത്തിന്റെ പത്രാധിപര് വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയ പത്രത്തിലെ പത്രാധിപരോട് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. ഈ രാജ്യത്തെ കൊള്ളരുതായ്മകൾ തിരുവിതാംകൂറിലെ മഹാരാജാവിന്റെ സർ സി പി ദിവാൻ, സർ സി പിക്കെതിരെ അദ്ദേഹം തന്റെ പത്രത്തിൽ ഉജ്ജ്വലമായ ലേഖനങ്ങൾ എഴുതി. പിടിച്ചില്ല പോലെ അത് വേണ്ടടത്ത് തറച്ചു. സി പി അദ്ദേഹത്തെ പ്രീണിപ്പിക്കാൻ നോക്കി. വേണ്ട ഉന്നത സ്ഥാനങ്ങൾ നൽകാമെന്ന വാഗ്ദാനം നൽകി. പീഡനത്തിൽ അദ്ദേഹം വഴങ്ങിയില്ല, സ്വജനപക്ഷപാതത്തിൽ വഴങ്ങിയില്ല. അദ്ദേഹം സി പിയുടെ ആ കിരാത നയങ്ങളെ എതിർത്തു. എന്താ ഉണ്ടായത്? ആ പത്രം കണ്ടുകെട്ടി, പത്രാധിപരെ നാടുകടത്തി. ഓ ശരി. അപ്പോ ആ നിലയ്ക്ക് എനിക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തവരുടെ ഒരു പ്രശ്നവും ഞാൻ തമ്മിലുള്ള ഒരു അകൽച്ചയുടെയാണ്. ഇവിടെ പറയേണ്ടത് ഹോട്ടൽ വ്യവസായവും മീഡിയയും തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങൾക്ക് അതാണല്ലോ ആവശ്യം. ഏതായാലും ഞാൻ നിർത്തിയ ഇത്രയും പറഞ്ഞതിൽ മീഡിയയുടെ ഞാൻ നേരത്തെ പറഞ്ഞത് അതിലേക്ക് ബന്ധിപ്പിക്കുന്ന രണ്ട് അനുഭവങ്ങൾ പറഞ്ഞത് എന്ന് മാത്രം. ഏതായാലും ഹോട്ടൽ വ്യവസായവും സമൂഹവും എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് ഈ സമൂഹത്തിൻ്റെ വളരെ നിർണായകമായ തന്നെയാണ് ഏറ്റവും സംഭാവന നൽകാൻ കഴിയുന്ന ഒരു ജനസമൂഹമാണ് സംസ്ഥാനത്തെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. അതിൻ്റെ കീഴിൽ അണിനിരന്നിട്ടുള്ള അതിൻ്റെ ഉടമകളും അതിൻ്റെ പിന്നിലെ വലിയൊരു ജനസമൂഹവും ജീവനക്കാരായും പ്രത്യക്ഷത്തിലും പരോക്ഷമായി ജോലി ചെയ്യുന്ന വളരെയധികം പേര്. ഇപ്പം കുറെ കൂടെ ജനകീയമാക്കുന്ന പലതരത്തിൽ. കഴിഞ്ഞ ദിവസം ഞാൻ അടുത്തൊരു വീട്ടിൽ പോയി. ഞാൻ പെട്ടെന്ന് ചെന്നതാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ഫോൺ ചെയ്യുകയാണ്, ഹോട്ടലിൽ സാധനം വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട്. 5 മിനിറ്റ് അവിടെ ഇരുന്നുള്ളൂ, 5 അല്ലെങ്കിൽ 10 മിനിറ്റ്. ഭക്ഷ്യവിഭവങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ് കൊണ്ടുവന്ന്. കുറെ കൂടെ പ്രായോഗികമായി നിങ്ങൾ സമൂഹത്തിലേക്ക് സേവനം വ്യാപിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതും മഹത്തരമായ ഒരു കാര്യമാണ്. പക്ഷേ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും, ഞങ്ങളൊക്കെ പത്രത്തിൽ ആ ഇരിക്കുന്ന കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഒരു നഗരസഭ
പല കാരണം കൊണ്ടാണല്ലോ. എവിടെയെങ്കിലും ഒരു ഹോട്ടലിനെ ഒന്ന് തോണ്ടാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ 100 പേരായി. ആ ഹോട്ടലിൻ്റെ പേരെന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കാത്തത്? അത് കൊടുക്കണം. ഇത്തരത്തില് എങ്ങനെയെങ്കിലും ഈ ഇത്തരത്തിലുള്ള നല്ല വ്യവസായങ്ങളെ നശിപ്പിക്കാനുള്ള പ്രവണത അത് ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങളെന്തോ നിങ്ങളുടെ സ്വാധീനങ്ങൾക്ക് വഴങ്ങിയതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ മൂടിവെക്കുന്നത് എന്നുള്ള വ്യാഖ്യാനങ്ങളാണ് വരിക. ഞങ്ങൾക്കിതിൽ നിങ്ങളുടെ ഒരു സൗജന്യവും ആഗ്രഹമില്ല. പക്ഷേ നിങ്ങളുടേതല്ലാത്ത പല കാരണങ്ങൾ കൊണ്ടും ഇത്തരം പ്രശ്നങ്ങളിൽ വീഴുമ്പോൾ അതൊരു പർവ്വതീകരിച്ച് ആ വ്യവസായത്തെ തകർക്കാനുള്ള പ്രവണതയ്ക്ക് നിന്നുകൊടുക്കുന്നത് അത് മാധ്യമങ്ങൾക്ക് ഒരിക്കലും പാടില്ല, മാധ്യമപ്രവർത്തകങ്ങൾക്ക് പാടില്ല എന്നുള്ള അഭിപ്രായമാണ്. അത്തരം ചെയ്തികൾ ഏത് മാധ്യമപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് വന്നാലും അത് എതിർക്കപ്പെടേണ്ടതാണ്, അത് ന്യായീകരിക്കാനുള്ളതല്ല. എന്ന് വെച്ചാൽ ഇതിനെല്ലാം എന്ത് ചെയ്താലും ഒരിക്കലും അത് മാധ്യമങ്ങളിൽ അത് ചൂണ്ടിക്കാണിക്കില്ല എന്നും ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. തീർച്ചയായിട്ടും. പക്ഷേ വ്യവസായത്തെ തകർക്കാൻ ഒരു കുടുംബം അത് ആ വ്യവസായം കെട്ടിപ്പടുക്കാൻ അനുഭവിച്ച ത്യാഗങ്ങൾ മറന്നുകൊണ്ട് ആരുടെയെങ്കിലും കയ്യടി നേടാനോ ആരുടെയെങ്കിലും പിന്തുണ നേടാനോ ആ വ്യവസായത്തെ ചവിട്ടി അമർത്താനുള്ള ശ്രമം പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ എന്നും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ വലിയ മഹത്തായ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ പ്രിയ സുഹൃത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്തും പോലെ ഞാൻ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും മറ്റ് ഭാരവാഹികളെല്ലാം അവരെല്ലാം കാണാനും കഴിഞ്ഞതിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വലിയ സമ്മേളനം അതിവിടെ സമാപനം കുറിക്കുകയാണ്. എങ്കിലും വരും വർഷങ്ങളിലും അതിവിപുലമായി തിളക്കമാർന്ന ഒരു സംഘടനയിലേക്ക് വലിയ അടുക്കും ചിട്ടയുമുള്ള ഒരു സംഘടനയായി ഇപ്പോഴേ വളർന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ താളത്തിനെ ഒന്നും കൂടെ അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ജോയി മണ്ണൂർ. ജോയി പറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങൾ, തൃശ്ശൂർ കോർപ്പറേഷൻ അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ പല ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം നിയമവിരുദ്ധമായി പിടിച്ചെടുത്ത് പഴകിയ ഭക്ഷണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രദർശിപ്പിക്കുകയും അത്തരം ഹോട്ടലുകളുടെ പേരുകൾ അവർ പുറത്തുവിടുകയും ചെയ്യും. മാധ്യമങ്ങൾ അത് ഹോട്ടലുകളുടെ പേരുകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മര്യാദ. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് അവർ ഭക്ഷണം പിടിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പിറകിലുള്ള മറ്റൊരു കാര്യം. നേരത്തെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ജയ്പാൽ സാറ് നേരത്തെ പറയുകയുണ്ടായി. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ജയ്പാൽ സാറ് നമ്മളോട് സംസാരിക്കും. ഏറ്റവും ബഹുമാന്യരായ മാധ്യമ സുഹൃത്തുക്കൾക്ക് ആദ്യം തന്നെ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഈ സമാപന വേദിയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മൾ എന്താണ് ഇന്നിങ്ങനെ ഒരു മാധ്യമ സെമിനാർ കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മൾ നടത്തിയിരുന്നു. എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, നമുക്കറിയാം കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഏതൊരു കാര്യത്തെയും പർവ്വതീകരിക്കാനും ചെറുതാക്കാനും മാധ്യമങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ കാരണം അത് മാധ്യമങ്ങൾ ജനങ്ങളിലേക്കുള്ള അത്രയേറെ സ്വാധീനമാണ്. ഇവിടെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മാധ്യമങ്ങളോട് മുന്നോട്ട് വയ്ക്കുന്ന 1-2 കാര്യങ്ങൾ നമുക്കറിയാം. ഒത്തിരിയേറെ ഇന്ന് പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചെറുകിട വ്യാപാര മേഖലയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. നമുക്കറിയാം പല പത്രങ്ങൾ പോലും ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ പ്രതിസന്ധികളുടെ ആഴത്തിൽ അറിയാവുന്നവരാണ് മാധ്യമ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. പക്ഷെ പ്രതിസന്ധിയിൽ കിടക്കുന്ന ഒരു പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ചെറുകിട പ്രസ്ഥാനങ്ങളെ
സമൂഹത്തിന് ആവശ്യമായി എന്ന് നമ്മുടെ രാജ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം, രാജ്യത്തിലേക്ക് പോകുന്നില്ല. കേരളത്തിലെ ഭക്ഷണ വിതരണ മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് 1 കോടിയിലധികം ആളുകളാണ് ഒരു ദിവസം ഹോട്ടലുകളിൽ നിന്ന് ആഹാരം കഴിക്കുന്നതെന്നാണ് ഒരു ഏകദേശ കണക്ക്. ഇത്രയേറെ ആളുകളുടെ ആരോഗ്യത്തിനും മറ്റും പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കേണ്ട ചുമതലയുള്ള വലിയൊരു വിഭാഗമാണ് കേരളത്തിലെ ഈ ഹോട്ടൽ മേഖല. ഈ ഹോട്ടൽ അസോസിയേഷൻ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ 60 വർഷം കൊണ്ട് ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട സംഘടനകളിൽ ഒന്നായി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മാധ്യമങ്ങളുടെ തന്നെ വലിയൊരു പങ്ക് അതിനകത്തുണ്ട്. അതൊരിക്കലും നമുക്ക് മറക്കുന്നില്ല. ഇപ്പം മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ അത് സ്വീകരിക്കേണ്ടോ എന്നൊക്കെയുള്ളത് ഒരു സംഘടന മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ പൊതുകാര്യ പ്രസക്തമായ ഒത്തിരിയേറെ കാര്യങ്ങൾ ആലോചിച്ചും ചിന്തിച്ചും ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള എളിയ ബുദ്ധിയിൽ തോന്നിക്കുന്ന കാര്യങ്ങളൊന്നും അത്ര സ്വീകാര്യമാവണമെന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിവിടുത്തെ ഭക്ഷണ വിതരണ മേഖലയ്ക്കും ഒപ്പം തന്നെ ആരോഗ്യ മേഖലയെ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ജനങ്ങളുണ്ട്. പലപ്പോഴും നിയമത്തിൻ്റെ അറിവില്ലായ്മയാണ് ഈ ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും അതാണ് ബാധിക്കപ്പെടുന്നത്. എന്താണ് കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ നിയമം, എന്താണ് ഇവിടുത്തെ നിയമം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന അപാകതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ചകൾ ചാനലുകളിൽ കൂടെ സംഘടിപ്പിക്കുകയാണെങ്കിൽ ആരോഗ്യമുള്ളൊരു നല്ല ജനതയെ വാർത്തെടുക്കാൻ ഈ സമൂഹത്തിന് ചെയ്യുന്ന വലിയൊരു ഗുണമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ദിവസവും ചാനൽ ചർച്ച എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെൻസിറ്റീവായിട്ടുള്ള ചർച്ചകളായിരിക്കും. മാധ്യമങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം സെൻസിറ്റീവായിട്ട് ജനങ്ങൾ പെട്ടെന്ന് ആകർഷിക്കുന്ന കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു മേഖലയെ വളർത്തിയെടുക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ചർച്ചകൾ. ഇവിടെ ഫ്രാങ്കോ സാർ സൂചിപ്പിച്ചു അശാസ്ത്രീയമായ പരിശോധന. ഈ അശാസ്ത്രീയമായ പരിശോധന എന്തുകൊണ്ടാണ് എതിർക്കാൻ ശാസ്ത്രീയമായ മറ്റുള്ളൊരു മാർഗങ്ങൾക്കും കഴിയുന്നില്ല, അതായത് ഞങ്ങൾക്കും കഴിയുന്നില്ല? കാരണം എന്താണ് ശാസ്ത്രീയം, എന്താണ് അശാസ്ത്രീയമെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ടാക്കി കൊടുത്താൽ മാത്രമാണ് നമുക്കിവിടെ പ്രതികരിക്കാനുള്ളൊരു ശക്തി ഉണ്ടാവുകയുള്ളൂ. ആദ്യം തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് അവർക്കത് വ്യക്തമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, വലിയൊരു പ്രതിസന്ധിയിൽ കിടക്കുന്ന കേരളത്തിലെ ചെറുകിട വ്യാപാര മേഖല എന്ന് തന്നെ പറയാം, അതിൻ്റെ ഒരു ഭാഗം മാത്രമുള്ള ഭക്ഷണ വിതരണ മേഖല. നമ്മുടെ നാട്ടിലെ വ്യാപാര മേഖല നശിച്ചാൽ, അത് ബഹിരാഷ്ട്ര കുത്തകൾ പോലെ വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ മാത്രമായി മാറിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഭക്ഷണ സംസ്കാരം തന്നെ മാറും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു പരിധിവരെ വിദേശ ഭക്ഷണ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണത്തെപ്പറ്റി ചർച്ചയാവാം. ഓരോ ഭക്ഷണവും എങ്ങനെ ശരീരത്തിന് പ്രദാനം ചെയ്യും. അപ്പം ഇങ്ങനെ ആരോഗ്യത്തിനും ഭക്ഷണത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തുന്ന നിയമവശങ്ങളെ പറ്റിയൊക്കെ ആരോഗ്യപരമായ ചർച്ചയും സംവാദങ്ങളും സംഘടിപ്പിക്കുമ്പോൾ അത് ജനങ്ങൾക്കും സമൂഹത്തിനും ഒപ്പം തന്നെ വലിയൊരു പ്രസ്ഥാനങ്ങൾക്കും ഗുണകരമാകും. നമുക്കറിയാം, പലപ്പോഴും ഇപ്പം നമ്മൾ തട്ടുകടകൾ എന്നുള്ള ഓമന പേര് വിളിക്കുന്ന അംഗീകരിക്കപ്പെടാത്ത ഒത്തിരിയേറെ സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങളൊന്നും ഒരിക്കലും അതിനെ എതിർക്കാറില്ല. കാരണം അതിനെ നിയമവിധേയമാക്കണം എന്ന് മാത്രമേ പറയാറുള്ളൂ. സമൂഹത്തിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടന എന്ന രീതിയിൽ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ, ശാസ്ത്രീയപരമായ കാര്യങ്ങൾക്ക് ഇവിടുത്തെ പത്രമാധ്യമങ്ങളുടെ സപ്പോർട്ട് വേണം. ആ രീതിയിലേക്ക് ഈ ചർച്ച കൊണ്ടുവരാൻ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആ രീതിയിൽ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മാധ്യമ സുഹൃത്തുക്കൾക്ക് അത് ബോധ്യപ്പെടുത്താനും തെറ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ തിരുത്താനും ഞങ്ങൾ തയ്യാറാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള ചർച്ചകളിലേക്ക് ഞാൻ എല്ലാവരെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വളരെ നന്ദി ജയപാൽ സാർ. ഞാൻ തന്നെ ഇവിടെ വന്നപ്പോഴാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന പരിശോധന നിയമവിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയത്. ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് ഹോട്ടലുകളിൽ പരിശോധന നടത്തേണ്ടത് എന്ന് മനസ്സിലാക്കിയത്. സാധാരണ തൃശ്ശൂർ കോർപ്പറേഷൻ അടക്കം വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധന നടത്തി വലിയ പ്രചാരണം നൽകാറുണ്ട്, ദുഷ്പ്രചാരണം. അത് നിയമവിരുദ്ധമാണെന്ന കാര്യം പ്രസിഡന്റ് അത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തൊക്കെ തന്നെയായാലും അടുത്ത ചർച്ച നമ്മുടെ ജീവൻ ടിവിയുടെ ചീഫ് ന്യൂസ് എഡിറ്ററായ തിരക്കഥാകൃത്തും കവിയുമായ ബാബു വളപ്പായ നമ്മളോട് കുറേ കാര്യങ്ങൾ പങ്കുവയ്ക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.
KHRയുടെ സംസ്ഥാന പ്രസിഡന്റ്, മറ്റു ഭാരവാഹികൾ, വേദിയിലെയും സദസ്സിലെയും പ്രിയ സുഹൃത്തുക്കളെ, KHRയുടെ സംസ്ഥാന സമ്മേളനത്തിന് സൽക്കാർ എന്ന് പേരിട്ടവരെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. എത്രയോ അനുയോജ്യമായ പേരാണ് സൽക്കാർ. ഈ നാട്ടുകാരെയും ഈ നാട്ടിലെത്തുന്നവരെയും ഇങ്ങനെ സൽക്കരിക്കുന്ന മറ്റൊരു വിഭാഗം ഇല്ല എന്ന് തന്നെ പറയാം. തീർച്ചയായും അങ്ങനെ സൽക്കരിക്കുന്നവരായ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ ഒരു സുഖമുണ്ട്. ഈ മാധ്യമ സെമിനാറിൽ പങ്കെടുക്കണമെന്ന് ഇതിൻ്റെ ഭാരവാഹികൾ ശ്രീ ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, തൃശ്ശൂർക്കാരായ എല്ലാ മാധ്യമപ്രവർത്തകരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളാണ്. ഫ്രാങ്കോ ലൂയിസ്, ഞാൻ എറണാകുളത്താണെങ്കിൽ പോലും ഫ്രാങ്കോ ലൂയിസും പലവട്ടം പറഞ്ഞു വലിയ സമ്മേളനമാണ്, സമ്മേളനത്തിൻ്റെ വാർത്തകൾ നമ്മൾ നന്നായി കൊടുക്കുന്നുണ്ട്, അപ്പം അതിലൊന്ന് പങ്കെടുക്കണം എന്നുള്ള, അവയെങ്കിലും ഒന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, താത്വികമായ മാധ്യമ വിചാരത്തിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയുമില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും മാധ്യമങ്ങളും നിങ്ങളും തമ്മിൽ എന്തു ബന്ധം എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് ബന്ധമാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, മാധ്യമപ്രവർത്തകർ വീട്ടിൽ നിന്ന് ഉണ്ടതിനേക്കാളേറെ അതിൻ്റെ പല മടങ്ങ് ഉണ്ടിട്ടുള്ളത് നാട്ടിലെ ഹോട്ടലുകളിൽ നിന്നാണ്. അത് നിങ്ങൾ തന്ന ഫുഡാണ്. ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി ക്രെഡിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരണം. നമ്മളൊക്കെ നാടൊട്ടുക്ക് പല ജില്ലകളിലും ഇങ്ങനെ നടക്കുന്നു, എവിടുന്ന ഭക്ഷണം കിട്ടണമെങ്കിൽ അവിടുന്ന് കഴിക്കുന്നു. പിറ്റത്തെ ദിവസം പരിക്കൊന്നുമില്ലാതെ എണീറ്റ് നടക്കുന്നത് നിങ്ങൾ നമ്മളോട് കാണിച്ച കൈപുണ്യം കൊണ്ടും കരുതൽ കൊണ്ടുമാണ്. ഒന്ന്, അത് വലിയൊരു ബന്ധമാണ്. രണ്ട്, ചായക്കടകളിൽ, ഹോട്ടലുകളിൽ, ഇത്തരം സ്ഥാപനങ്ങളിലായിരുന്നു. ഇന്നും നിങ്ങളൊന്ന് നോക്കുക, നിങ്ങളുടെ സ്റ്റാർ ഹോട്ടലാണെങ്കിലും ചെറിയ ഹോട്ടലാണെങ്കിലും അവിടെ TV ഉണ്ടാവും, TV-യിൽ വാർത്തയുണ്ടാവും. വാർത്ത വയ്ക്കുന്ന എത്ര വീടുകളുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് എൻ്റെ ഒരു വൈരുദ്ധ്യം മനസ്സിലാവുക. ഇന്ന് മിക്കവാറും നമ്മുടെ വീടുകളിൽ വാർത്ത വയ്ക്കുന്നില്ല, ഏതാണ്ടോ അശ്ലീലമാണ് എന്ന മട്ടിൽ വാർത്തയൊക്കെ മാറ്റപ്പെടുന്നൊരു കാലമുണ്ട്. വാർത്തയും ചർച്ചയൊന്നും കേൾക്കേണ്ട കാര്യമില്ല, നമുക്ക് സീരിയൽ കാണാം, കോമഡി കാണാം എന്ന് ചിന്തിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മുടെ ഹോട്ടലുകളിലാണ് വാർത്ത കാണുക. അത് തീർച്ചയായിട്ടും മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ കരുതുകയാണ്. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, അതിനൊറ്റ മറുപടിയേ ഉള്ളൂ. കുറച്ചു കാലം മുൻപ് വന്ന ഒരു മലയാളം സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട നടൻ തിലകൻ ദുൽഖർ സൽമാനെ അടുത്ത് വിളിച്ചിരുത്തി പറയുന്ന ഒരു ഡയലോഗുണ്ട്. നിങ്ങളൊക്കെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു ഡയലോഗാണ്, മിക്കവാറും ഓർത്തിരിക്കുന്നുണ്ടാവും, ഉറപ്പാണ് അല്ലേ? അതെ, വയറ് നിറഞ്ഞാൽ പോരാ, മനസ്സും നിറയണം. പ്രിയമുള്ളവരെ, ഒറ്റ കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ വിശപ്പ് മാത്രം മാറ്റിയാൽ പോരാ, മനസ്സ് നിറയ്ക്കാനും ശീലിക്കണം. കുറച്ചു നാൾ മുമ്പ് നമ്മൾ പാലയ്ക്ക് പോയിട്ട് വരികയാണ്, ഞങ്ങളൊരു ഷൂട്ടിന് വേണ്ടി പോയിട്ട് വരികയാണ്. പോയിട്ട് വരുമ്പോൾ പാലയ്ക്ക് നിന്നൊരു 3-4 കിലോമീറ്റർ പുറത്ത് ദേശീയപാതയുടെ ഇടതേ സൈഡിൽ ഭയങ്കര തിരക്ക്, വണ്ടികളുടെ തിരക്ക്. മാത്രമല്ല ഒരു ചെറിയ പെട്ടിക്കട പോലുള്ള കടയിൽ നിറയെ പഴക്കുലകൾ തൂങ്ങിക്കിടക്കുന്നു. കാണുന്നതൊക്കെ വാർത്തയായി തോന്നുന്ന ഒരു ശീലക്കാരായതുകൊണ്ട് അതെന്തപ്പം അങ്ങനെ, അവിടെ മാത്രം ഇത്ര ബ്ലോക്ക്, എന്തിനാണ് ഇത്ര അധികം, ആ കടയ്ക്ക് താങ്ങാവുന്നതിലധികം പഴക്കൊലകൾ എന്തിനാണ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് എന്നൊരു അന്വേഷണം നമ്മൾ നടത്തിയപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞു, അവിടുത്തെ പഴംപൊരിയും ബീഫും ബെസ്റ്റാ സാറേ. നിങ്ങൾ പാലക്കാരും കോട്ടയത്തുകാരൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാൻ വേണമെങ്കിൽ സ്റ്റാർ ഹോട്ടലൊന്നുമല്ല, ഒരു സ്റ്റാറും ഇല്ല, അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. എങ്കിൽ പിന്നെ ഒന്ന് പരീക്ഷിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞു. നമ്മൾ ചെല്ലുന്നു, ബീഫ്
പഴംപൊരിയും കഴിക്കുന്നു. ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടാത്ത ഒരു സുഖം അതിനുണ്ട്. ഒന്നുകൂടി വാങ്ങിക്കഴിക്കുന്നു തോന്നി, എന്നൊരു പാഴ്സലൂടി വാങ്ങിക്കാൻ തോന്നി. പാഴ്സലൂടി വാങ്ങിച്ചു വന്നു. പോരുമ്പോൾ നമ്മൾ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. പിറ്റേ ദിവസം എൻ്റെ ചാനലിൽ ഞാൻ തന്നെ ഒരു സ്റ്റോറി എഴുതി കൊടുത്തു. വളരെ മനോഹരമായിട്ട് ആ സ്റ്റോറി വന്നു. ആ ചങ്ങാതി, എനിക്ക് ആളുടെ പേരിപ്പോൾ ഓർമ്മയില്ല, ആ ചങ്ങാതി എന്നെ വിളിച്ചു വളരെ സന്തോഷം പറഞ്ഞു. ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ വയറ് മാത്രമല്ല എൻ്റെ മനസ്സ് കൂടെ നിറഞ്ഞു എന്നുള്ളതാണ്. ഇത് മാധ്യമപ്രവർത്തകരോട് മാത്രം കാണിക്കേണ്ട ഒരു കരുണയല്ല. ഈ നാട്ടിലെ സകല മനുഷ്യരോടും ഈ നാട്ടിലെ KHRL അംഗങ്ങളായ മുഴുവൻ ഹോട്ടൽ ഉടമകളും കാണിക്കേണ്ട ഒരു സൗഹൃദം എന്ന് പറയുന്നത് അവരുടെ വയറ് മാത്രമല്ല മനസ്സും നിറയ്ക്കണമെന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ പഴമക്കാരൊക്കെ പറഞ്ഞു നടക്കുന്ന കാര്യമുണ്ട്, വീട്ടിനുള്ളിൽ വയറ് നിറയ്ക്കുകയും പുറത്ത് ഒഴിക്കുകയും ചെയ്യാന്നായിരുന്നു ശീലം. ഇപ്പം അങ്ങനെയല്ല, പുറത്തുനിന്നാണ് വയറ് നിറയ്ക്കണേ, ഒഴിക്കലകത്തായിട്ട് മാറി. അത്രയേറെ പ്രാധാന്യം നമ്മുടെ നാട്ടുകാരൊക്കെ ആഴ്ചയിൽ 2-3 ദിവസം പുറത്തുനിന്ന് കഴിക്കുന്നത് ഒരു ശീലമായി മാറുന്നൊരു കാലത്ത് നിങ്ങളെ പോലുള്ള ഹോട്ടൽ ഉടമകളുടെ പ്രസക്തി പൂർവാധികം വർദ്ധിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ മാത്രമല്ല, നിരന്തരം ഈ നാടിൻ്റെ പല തലങ്ങളിൽ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന എത്രയോ മനുഷ്യരാണ്. ആ മനുഷ്യരൊക്കെ ആശ്രയിക്കുന്നത് നല്ലൊരു ഹോട്ടലിനെയാണ്, അവിടെ നന്നായി പെരുമാറുന്ന ആൾക്കാരെയാണ്, വൃത്തിയുള്ള വെള്ളത്തെയാണ്. പ്രിയമുള്ളവരെ, അത് നിങ്ങൾക്ക് നൽകാൻ കഴിയട്ടെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആശംസ. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഇവിടെ ഈ സംസ്ഥാന സമ്മേളനം അനൗൺസ് ചെയ്തുകൊണ്ട് പ്രസിഡന്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഈ പഴകിയ വസ്തുക്കൾ പിടിച്ചെടുക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും എന്തൊരു ദുരന്തമാണ് എന്ന്. അങ്ങനെ ഒരു ചെറിയ പേടി വേണ്ടേ? നിങ്ങളിൽ ചിലരെങ്കിലും ഈ ഭക്ഷണ സാധനങ്ങളിൽ ആവശ്യമായ വിശുദ്ധി, ആവശ്യമായ പരിശുദ്ധി കാണിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ എണ്ണം വളരെ തുലോം കുറവായിരിക്കും, പക്ഷേ അത് പൊതുവിൽ ഈ പ്രസ്ഥാനത്തിനെ ബാധിക്കുന്ന ഒന്നായിട്ട് മാറുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സംഘടനയ്ക്ക് ആ കാര്യത്തിൽ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത്തരത്തില് വൃത്തിയില്ലാതെ പഴകിയ ഭക്ഷണ സാധനങ്ങൾ നൽകുന്നവർ അവരെ നിരുത്സാഹപ്പെടുത്തുകയും അവരെ നിങ്ങളുടെ ഭാഗമല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. പിന്നെ അതൊക്കെ സ്വാഭാവികമായിട്ടും പിടിച്ചെടുക്കുമ്പോൾ പ്രദർശിപ്പിക്കേണ്ടതും വാർത്ത തരേണ്ടതും ഒക്കെ ചില താല്പര്യങ്ങളുടെ കൂടെ ഭാഗമാണ്. അപ്പോഴും മിക്കവാറും ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ ഹോട്ടലുകളുടെ പേര് പറയാറില്ല എന്നുള്ളതാണ് സത്യം. നേരത്തെ ജോയി പറഞ്ഞ പോലെ അതൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ട് പലപ്പോഴും വരാറുണ്ട്. എങ്കിലും നമ്മൾ പറയും, അതൊരു ഹോട്ടലിന്റെ പേരൊന്നും പറയണ്ട, പക്ഷെ പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇത് ഈ ഹോട്ടലിൽ നിന്ന് ആരോഗ്യവകുപ്പ് വന്ന് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും അറിയാം, ചില ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ പിറ്റേ ദിവസം പണിക്ക് പോകാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഹോട്ടലുകാർക്ക് സ്വാഭാവികമായിട്ടും പിന്നീട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരും. പക്ഷെ ഇതൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒറ്റപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. മഹാഭൂരിപക്ഷം പേരും നല്ല ഭക്ഷണം നൽകാനും വീണ്ടും അവിടേക്ക് ജനങ്ങളെ എത്തിക്കാനും വേണ്ടി തീവ്ര ശ്രമം നടത്തുന്നവരാണ്. അത്തരത്തിലുള്ള നല്ല ഹോട്ടലുകളൊക്കെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് ദൃശ്യമാധ്യമങ്ങളിലാണെങ്കിലും പ്രിന്റിലാണെങ്കിലും പുതിയ സോഷ്യൽ മാധ്യമ തരംഗത്തിലാണെങ്കിലും. ഇപ്പൊ നമുക്കറിയാം, നല്ല ഹോട്ടലുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സോഷ്യൽ മാധ്യമങ്ങളിൽ എത്രയെത്ര റീലുകളാണ് നമ്മൾ ആവർത്തിച്ച് കാണുന്നത്, ലക്ഷങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് നല്ല ഭക്ഷണം, വയറ് നിറയുന്ന, മനസ്സ് നിറയുന്ന ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് കൂടുതൽ ജാഗ്രത ഉണ്ടാവട്ടെ. ഈ സമ്മേളനം അതിനുള്ള വഴി തുറക്കലാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ബാബു വിളപ്പായ പറഞ്ഞത് വിശുദ്ധമായ പവിത്രമായ ഭക്ഷണം, മനം നിറയ്ക്കുന്ന ഭക്ഷണം. കേരളത്തിലെ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും എല്ലാം അങ്ങനെ മനം നിറയ്ക്കുന്ന, വയറ് നിറയ്ക്കുന്ന മാത്രമല്ല, മനം നിറയ്ക്കുന്ന ഭക്ഷണം കൂടി നൽകുന്നവരാണ്. താങ്ക് യു ബാബു വിളപ്പായ. ഈ മാധ്യമ സെമിനാറിൽ മലയാള മനോരമയുടെ ബ്യൂറോ ചീഫായ
അരുൺ എഴുത്തച്ഛൻ പങ്കെടുക്കാൻ എത്തിയിരുന്നു. തിരക്കിട്ടുള്ള ഒരു പരിപാടി ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് നേരത്തെ പോകേണ്ടി വന്നു. ദേശാഭിമാനി പത്രത്തിൻ്റെ ബ്യൂറോ ചീഫ് ഹാഷിം വരാം എന്ന് സംബന്ധിച്ചതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചില യാദൃശ്ചികമായ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. എങ്കിലും ദേശാഭിമാനിയുടെ മിടുക്കനായിട്ടുള്ള റിപ്പോർട്ടർ നിതിൻ നാഥ് കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് ചില ആശയങ്ങൾ പങ്കുവയ്ക്കും. നമസ്കാരം. ഹോട്ടൽ ആൻഡ് മാനേജ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, ഇവിടെയുള്ള എല്ലാ ആളുകളും മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്. പറഞ്ഞ പോലെ തന്നെ ബ്യൂറോ ചീഫ് കാസർഗോഡുകാരനാണ്. മുപ്പത് നാട്ടിൽ പോകേണ്ടി വന്നതുകൊണ്ട് പകരം ഒരു പ്രാതിനിധ്യം എന്ന രൂപത്തിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ തയ്യാറെടുപ്പുണ്ടായിട്ടില്ലാത്തൊരു പോരായ്മ സംസാരിക്കുന്നതിലുണ്ടാകും. എനിക്കൊന്നും ഇവിടെ പല ആളുകളും പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഹോട്ടലുകളും മാധ്യമങ്ങളും തമ്മിലൊരു ഉള്ളൊരു ബന്ധമെന്ന് എനിക്ക് തോന്നില്ലെങ്കിൽ ഒരു ആളുകൾ കാണുന്നൊരു ഇത് ഒരു താരതമ്യത്തിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഹോട്ടലുകാർ എല്ലാ ദിവസവും അല്ലെങ്കിൽ നല്ല ഭക്ഷണം കൊടുത്താൽ അതിനൊരു വാർത്തയില്ല, മറിച്ച് എന്തെങ്കിലും ചെറിയ പോരായ്മ വന്നാൽ അത് വലിയൊരു വാർത്തയാണ്. അതുപോലെ തന്നെയാണ് മാധ്യമങ്ങളും. നമ്മൾ ചെയ്യുന്ന വാർത്തകൾ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ രൂപത്തിൽ ചർച്ചയാവും. അതുകൊണ്ട് അത്തരത്തിലൊരു സാമീപ്യമാണ് നമ്മൾ രണ്ടു കൂട്ടരും തമ്മിലുള്ളതെന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞതിൽ നിന്ന് ഇതിന് തുടർന്നുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ പറഞ്ഞ പോലെ ഭക്ഷണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശോധനകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇതുപോലെ തന്നെ എനിക്കും അതൊരു പുതിയ അറിവാണ്. പരിശോധന നടത്താൻ ആർക്കാണ് അധികാരമുള്ളതെന്ന് പലപ്പോഴും നമ്മളൊക്കെ അവിടെ ഇരുന്ന് എടുക്കുന്ന ഒരു വിവേചനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാർത്തകൾ കൊടുക്കുന്നത്. ചിലപ്പോഴൊക്കെ ഈ പറയുന്ന പോലെ ചെറിയ ഇതൊക്കെ ഉണ്ടാവും. ചില ഘട്ടത്തിൽ നമ്മൾക്ക് തന്നെ കാണുമ്പോൾ റിലീസ് വരുമ്പോൾ തോന്നും ഇത് എന്താണ് ഇതിൻ്റെ കുറ്റം എന്ന് മനസ്സിലാവില്ല. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക, ഇത്രയധികം ഹോട്ടലുകൾ പരിശോധന നടത്തി പിഴയിട്ടു. പലതരത്തിലുള്ള കുറ്റങ്ങളുണ്ടാവുമല്ലോ. പഴകിയ ഭക്ഷണമാണോ, ചില സ്ഥലത്ത് ചിലപ്പോൾ ആ വേസ്റ്റ് കളയാതെ വെച്ചതായിരിക്കും. അങ്ങനെയുള്ള അങ്ങനെ പലതരത്തിലുള്ളതുണ്ടാവും. വലിയ കുറ്റങ്ങളും ചെറിയ കുറ്റങ്ങളും ചിലപ്പോൾ നെഗ്ലിജിബിളായ ഇററുകളും ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം ഒരുപോലെയാണ് വരുന്നത്. അപ്പോൾ നമുക്കുണ്ടാവുന്നൊരു പ്രതിസന്ധി പറഞ്ഞ പോലെ തന്നെ പേര് കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് എന്താ പറയുക, സ്ഥാപനത്തിലേക്ക് ഫോൺ കോളുകളാണ്. നിങ്ങൾ എന്താണ് പേര് കൊടുക്കാത്തത് എന്ന് ചോദിച്ചിട്ട് ആളുകളുടെ ഒരു ഫോൺ കോളാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് അറിയാനുള്ളൊരു അർഹതയുണ്ട്, അധികാരത്തിന് പുറത്ത് വിളിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സാധനം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൊക്കെ വന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഹോട്ടൽ സംഘടനയും ഇവിടെയുള്ള സർക്കാരുകളും എല്ലാം കൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ പരിശോധനയ്ക്കൊരു കൃത്യമായൊരു നിർവചനവും രേഖയും ഉണ്ടാക്കുകയും അത് മറികടന്ന് പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തേക്ക് പ്രത്യേകിച്ച് സംഘടന നിങ്ങൾക്കും അതിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ഉറപ്പാക്കാൻ സർക്കാരിനും ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തിലൊരു മാറ്റം ഉണ്ടായാൽ ഈ പറയുന്നതിലത്തെ കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകും. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ കൊടുക്കുന്നത് ഭക്ഷണമാണ്. അതിന് ആളുകളുടെ ജീവനോളം വിലയുള്ളൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് തന്നെയായിരിക്കും ഈ പറഞ്ഞ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വലിയ രൂപത്തിൽ പർവ്വതീകരിച്ച് വരുന്നത്. പക്ഷെ അത്തരത്തിലുള്ള സാഹചര്യം ഇല്ലാതെ പോകാനുള്ള ഇടപെടലുകൾ എനിക്ക് തോന്നുന്നു അത് നടത്താൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു സംഘടന രൂപത്തിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം നമ്മുടെ സംഘടനയിൽപ്പെട്ട ഒരാൾ പോലും ഈ പറയുന്ന ഭക്ഷണം കഴിച്ച ഒരാൾ മോശമാണെന്ന് പറയുന്ന രൂപത്തിലൊരു ഭക്ഷണം കൊടുക്കില്ല എന്ന് ഉറപ്പാക്കാൻ ഇടപെടാൻ കഴിയുന്നത് ഏക ആളുകൾ നിങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പറയുന്നത് വെച്ചാൽ ഇതൊരു മാധ്യമപ്രവർത്തനപ്പുറത്തേക്ക് സ്ഥിരമായി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാളെന്ന നിലയിലാണ് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ മാധ്യമപ്രവർത്തനം 10 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു സമീപത്ത് 2 വർഷത്തിന് മുന്നിലെല്ലാം 3 നേരവും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാം ചില സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മളത് ഒഴിവാക്കി. പക്ഷേ ഭൂരിപക്ഷം വരുന്ന ഹോട്ടലുകളിൽ പറയുന്ന പോലെ നല്ല ഭക്ഷണം കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് കഴിച്ചാൽ കിട്ടുന്ന അതേ ഫീല് കിട്ടുന്ന ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളാണ് കേരളത്തിലുള്ളത്. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്തിട്ടുണ്ട്, തൃശ്ശൂർ പല ജില്ലകളിലും ജോലി ചെയ്തിട്ടുള്ളൊരു അനുഭവം കൂടിയാണ്. പിന്നെ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഈ പുതിയ കാലത്തുണ്ടായിരുന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ഈ ഭക്ഷണം ഈ പറഞ്ഞ പോലെ ഹോം ഡെലിവറി സിസ്റ്റമാണ്. നമുക്കറിയാം വലിയ കമ്പനികളാണ് നിലവിൽ ഈ സംവിധാനം നടപ്പാക്കുന്നതും കൊണ്ടുതരുന്നതും.
നമ്മൾ സ്ഥിരമായി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങുകയും ഓൺലൈനിൽ ഭക്ഷണം വാങ്ങുകയും ചെയ്യുമ്പോൾ ഒരു വ്യത്യാസത്തിൽ വലിയ വിലയുടെ വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു 30-40% കൂട്ടിയിട്ടാണ് ഓൺലൈനിൽ പറയുന്ന ഓൺലൈൻ ഭക്ഷ്യവിതരണ സംവിധാനങ്ങൾ ഭക്ഷണം നൽകുന്നത്. എനിക്ക് തോന്നുന്നത് ഹോട്ടലുകൾക്ക് അതിൽ ബന്ധമില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവരവരെ സർവീസും മറ്റുമായി കൂട്ടുന്ന പൈസയാണ്. ഈ തരത്തിലുള്ള വലിയ രൂപത്തിലുള്ള ഒരു ചൂഷണം നിലവിൽ ഭക്ഷണം വാങ്ങുന്ന ആളുകളും ഈ ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലുകാരും നേരിടുന്നുണ്ട്. ഈ വില ഇത്രയും കൂട്ടി വിൽക്കുന്നത്. ഞാനിത് ഒരു വാർത്തയുടെ ഭാഗമായി അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത്. കാരണം ഇത് നമ്മളാദ്യം കരുത് ഹോട്ടലുകാർ കൂട്ടുന്നതാണ്, എല്ലാ മറിച്ച് കമ്പനികൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു സംഘടിതമായ സംഘടന സംവിധാനമുള്ള നിങ്ങൾക്ക് ഇതിന് ബദലായി കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഒരു ഭക്ഷണ ഓൺലൈൻ വിതരണ സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അത്തരത്തിലൊരു ഇടപെടൽ നടത്തിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കും നിങ്ങൾക്കും പറ്റുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് പല സ്ഥലത്തും പല ഹോട്ടലുകാരും തനിയെ നടത്തുന്നുണ്ട്. അതല്ലാതെ തന്നെ ഒരു ഏകീകൃതമായി മൊത്തത്തിലൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മൾ ഈ മാധ്യമ സെമിനാർ ചർച്ച കൺക്ലൂഡ് ചെയ്യുകയാണ്. അതിനു മുമ്പ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ജയ്പാൽ സാറ് ചില വിശദീകരണങ്ങൾ തരും. നിതിൻ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം ഒരു ഭക്ഷണ വിതരണ ശൃംഖല അസോസിയേഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ഇന്നലെ അതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പ്രസിഡന്റ് വിശദീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രസിഡന്റിന് ഞാൻ കൈമാറുകയാണ്. ഇവിടെ ആദ്യം സാർ സൂചിപ്പിച്ചത് കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രസമ്മേളനത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു. നമ്മളിവിടെ പഴകിയ ഭക്ഷണം എന്നൊരു കൺസെപ്റ്റ് മാറി ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണം എന്നായി പുതിയ FSSC നിയമത്തിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഒരു ഭക്ഷണം പഴയത് അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമല്ലാത്തത് എന്ന് കണ്ടുപിടിക്കുന്നത്. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ശാസ്ത്രീയമായ പരിശോധനകൾ ആവശ്യമാണ്. അതുമാത്രമല്ല നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തിൻ്റെ ആനുകൂല്യം കിട്ടാൻ എല്ലാവരെ പോലെ ഞങ്ങൾക്കും അർഹതയുണ്ട്. നമ്മളവിടെ നിയമവിധേയമല്ലാത്ത കാര്യങ്ങളല്ല ആവശ്യപ്പെടുന്നത്. നിയമത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിയമത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഏതൊരു പൗരനും കിട്ടുന്നത് പോലെ ഹോട്ടലുകാർക്കും കിട്ടണം. FSSC നിയമം രാജ്യത്ത് നിലവിൽ വന്നപ്പോൾ ആ നിയമത്തിൽ പറയുന്നു ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് നമ്മൾ 1954 പൊതുജനാരോഗ്യ നിയമമൊക്കെ ഭക്ഷണ സാധനങ്ങൾ ഹെൽത്ത് ഉദ്യോഗസ്ഥർക്ക് പിടിച്ചെടുക്കുക. അപ്പോൾ അന്നൊക്കെ ഫ്രീസറും ഫ്രിഡ്ജൊന്നും ഇത്ര പ്രായോഗിക തലത്തിലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണ സാധനം പിടിച്ചെടുക്കും, വലിച്ചതാണോ ചീത്തയാണോ എന്നൊക്കെ കണ്ട് മനസ്സിലാക്കി ശിക്ഷിക്കുന്നൊരു സംവിധാനമായിരുന്നു. കാലം മാറി ഒത്തിരിയേറെ സംവിധാനങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് തന്നെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയൊരു നിയമമാണ്. ആ നിയമം അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഭക്ഷ്യയോഗ്യമല്ല, അതായത് ഇന്നുണ്ടാക്കിയ ഭക്ഷണം 1 മണിക്കൂർ കഴിഞ്ഞാലും ഭക്ഷ്യയോഗ്യമല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഭക്ഷ്യയോഗ്യത്തിനൊരു അടിസ്ഥാനപരമായിട്ട് നിയമങ്ങളുണ്ട്. കളറുകൾ ചേർക്കാൻ പാടില്ല, അജിനോമോട്ടോ പോലുള്ള സാധനങ്ങൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ ചേർക്കാം എന്തൊക്കെ ചേർക്കാൻ പാടില്ല, അങ്ങനെ ശരീരത്തിന് ഗുണകരമായ ഭക്ഷണ സാധനങ്ങളുടെ ചേരുവകൾ ചേർത്ത് ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ കൊടുക്കാം. പഴങ്കഞ്ഞ് കൊടുക്കുന്നൊരു കടകളുണ്ട് എറണാകുളത്ത്. ഇന്നലത്തെ ചോറ് വെള്ളത്തിലിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് പഴകിയ ഭക്ഷണമാണ്, പക്ഷേ അത് കൊടുക്കുന്നതിന് തടസ്സമില്ല. ഇത് ഹെൽത്ത് ഉദ്യോഗസ്ഥർക്ക് അറിയില്ല. അവർ രാവിലെ നമ്മുടെ കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം FSSC നിയമത്തിൽ പറയുന്നത് ഹെൽത്ത് ഉദ്യോഗസ്ഥർക്ക് ഹൈജീൻ നോക്കാനുള്ള അധികാരമേ ഉള്ളൂ. ഭക്ഷ്യവർണ്ണ വസ്തുക്കൾ പിടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സാമ്പിൾ എടുത്ത് ഒരു സാമ്പിൾ ബന്ധപ്പെട്ട ഹോട്ടൽ ഉടമയ്ക്ക്, ഒരു സാമ്പിൾ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ, ഒരു സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ച് ആ പരിശോധനാ റിപ്പോർട്ടിൽ അത് ഭക്ഷ്യയോഗ്യമല്ല എങ്കിൽ ആ ഹോട്ടൽ ഉടമയ്ക്ക് അതിൻ്റെ കാഠിന്യമനുസരിച്ച് ജീവപര്യന്ത ശിക്ഷ വരെ ഇന്ന് ലഭിക്കാൻ അത്ര കർശനമായ നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ ഹെൽത്തുകാർ പാലിക്കുന്നില്ല. കാരണം അവർക്ക് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നല്ല അവർ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അവർക്ക് നിയമപരമായ നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല. പിന്നെ എന്ത് സാധിക്കാം? അവരുടെ അധികാരം പോകരുത്, അവർക്ക് ബാക്കി പല ചിന്താഗതികളുണ്ടാവാം, ഞാൻ തുറന്നു പറയുന്നില്ല. അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് കൊണ്ട് പ്രദർശിപ്പിക്കുമ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ കടയിലെ ഭക്ഷണ സാധനം പ്രദർശിപ്പിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ആ ഉദ്യോഗസ്ഥനെ വിളിച്ച് എൻ്റെ പൊന്നു സാറ് എന്നെ ചുറ്റിക്കില്ല, എന്ത് വേണമെങ്കിൽ ചെയ്യാം. കാരണം 50-60 വർഷമായിട്ട് ഞാൻ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ പോകാതെ നോക്കേണ്ട ചുമതല എന്നിൽ നിക്ഷിപ്തമാണ്. അവിടെ നിയമത്തിൻ്റെ ആനുകൂല്യം എനിക്ക് കിട്ടുന്നില്ല. മാധ്യമ സുഹൃത്തുക്കളൊക്കെ എനിക്ക് എതിരാവുകയാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ സാറ് ചോദിച്ചാൽ നിങ്ങൾ പഴയ ഭക്ഷണം കൊടുത്ത് ജനങ്ങളുടെ ആരോഗ്യം കളയാൻ പോയല്ലേ, നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും ഇല്ല. ആ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു സമൂഹമായിട്ട് ഇവിടുത്തെ ഹോട്ടലുകൾ മാറുമ്പോൾ അവിടെയാണ് ഞാൻ മാധ്യമലോകത്തിൻ്റെ പിന്തുണ ആവശ്യപ്പെടുന്നത്. ഒരു തെറ്റിനും ഞങ്ങൾ കൂട്ടു നിൽക്കില്ല. നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ട് എന്താണ് നിയമം? ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇരുത്താം, ഞങ്ങൾ വരാം.
ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ വരട്ടെ, മാധ്യമങ്ങളും ഇരിക്കട്ടെ, നമുക്കൊരു സംവാദം നടത്താം. ആ സംവാദത്തിൽ തെറ്റ് ചെയ്യുന്ന ഞങ്ങളാണെങ്കിൽ അത് തിരുത്താൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് 100% മുന്നോട്ട് വരും. പക്ഷേ ഞങ്ങൾക്ക് നിയമത്തിൻ്റെ ഒരു പരിരക്ഷ ഞങ്ങൾക്ക് വേണം. എന്നാൽ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടാൻ പറ്റുള്ളൂ. അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. അത് മാത്രമല്ല, തെറ്റിദ്ധരിപ്പിക്കുന്നു ജനങ്ങളെ. ഇല്ലാത്ത, അതായത് പഴയ ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ ഒരു പത്രത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടത് 20 ദിവസം 15 ദിവസം പഴക്കമുള്ള ഇറച്ചി പിടിച്ചെടുത്തു. എങ്ങനെയാണ് അറിയണേ 15 ദിവസം പഴക്കമുണ്ടെന്ന്? പരിശോധന അയച്ചിട്ടില്ലല്ലോ. ഇന്ന് വയ്ക്കുന്ന ഫ്രീസറിൽ വയ്ക്കുന്ന ഇറച്ചി നാളെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറും. അത് 1 മണിക്കൂർ പുറത്തിരുന്നാൽ ബ്ലാക്കിഷായിട്ട് അതിൻ്റെ കളറൊക്കെ മാറും. ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അവർ പെട്ടെന്ന് സെൻസിറ്റീവായിട്ട് അതിൽ പ്രതികരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് അതിനെ പ്രതികരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളതിന് നിയമപരമായ മാർഗം ഞങ്ങൾക്ക് നടപ്പിലാക്കണമെങ്കിൽ, ഞങ്ങളുടെ ന്യായം, ഞങ്ങളുടെ നീതി, ഞങ്ങളുടെ ഇൻട്രസ്റ്റ് നിലനിൽക്കണമെങ്കിൽ അതിന് മാധ്യമ ലോകത്തിന് വലിയൊരു പങ്ക് വഹിക്കാനുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിവക്ഷ. അതിനാണ് ഞാൻ പറയുന്നത്, ഒത്തിരിയേറെ ചർച്ചകൾ നടത്തുന്ന കൂട്ടത്തിൽ ഈ ഇൻഡസ്ട്രിക്കും സമൂഹത്തിനും ഗുണകരമായ ചർച്ചകൾ നടത്തിയാൽ അതിന് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ വരട്ടെ, ഞങ്ങളും വരാം, ഞങ്ങൾക്കത് ഗുണകരമായിരിക്കും. രണ്ടാമത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഓൺലൈൻ ഡെലിവറിയെ പറ്റിയാണ്. ഞങ്ങളിവിടെ സർക്കാരിന് ഞാനൊരു ലെറ്റർ കൊടുത്തിരുന്നു. ഈ ഓൺലൈൻ ഡെലിവറിക്ക് നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, വില വിവര പട്ടിക പ്രദർശിപ്പിക്കണം. ആ വിലയിൽ കൂടുതൽ വിറ്റാൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കാം. ഓൺലൈൻ ഡെലിവറിക്ക് വേണമെങ്കിൽ സർവീസ് ചാർജ് മേടിക്കാം, അവർക്ക് മേടിക്കാം. അതല്ലാതെ ഹോട്ടലുകാരൻ്റെ 100 എഴുതിയേക്കണം 100 രൂപ കൊടുക്കുകയും അഡീഷണലായിട്ട് സർവീസ് ചാർജ്, അതിൻ്റെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു കുഴപ്പമില്ല. 45% വയ്ക്കുകയാണ് ഓൺലൈൻ ഡെലിവറിക്കാർ ഹോട്ടലുകാരുടെ ഇത് വാങ്ങിക്കുന്നത്. അതുകൂടാതെ ഒരു 25% അവിടെ നിന്ന് വാങ്ങിക്കും. എന്തുകൊണ്ട് ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾ തുടങ്ങിയതാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ വലിയൊരു ബിസിനസ്സായിട്ട് മാറുകയാണത്. അപ്പം ഞങ്ങളെക്കൊണ്ടൊന്നും, നമ്മളെപ്പോലുള്ള സംഘടനകൾക്ക് ഈ ഭീമന്മാരുമായിട്ട് പിടിച്ചു നിന്നുകൊണ്ട് അതിനെ എതിർക്കാനായിട്ടുള്ള സാമ്പത്തിക ചുറ്റുപാടുകളില്ല. അതിന് ഗവൺമെൻറ്റിൻ്റെ കൂടി ഒരു സപ്പോർട്ട് വേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ കൂട്ടി വിൽക്കരുത്. ആ രീതിയിലേക്ക് ഞങ്ങളൊരു ലെറ്റർ കൊടുത്തിട്ട് ഒരു നടപടി ഉണ്ടായില്ല. ഇത് ഹോട്ടലുകാർ തന്നെ ലെറ്റർ കൊടുക്കുകയാണ്. ഈ ജനങ്ങൾക്ക്, ഉപഭോക്താക്കൾക്ക് ഈ വിലയ്ക്ക് തന്നെ സാധനങ്ങൾ എത്തിക്കാനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവണം. അത് നിയമപരമായിട്ടുള്ള അതിൻ്റെ പരിരക്ഷ കൊടുക്കണമെന്ന്. അവിടെ ഞങ്ങൾ നിസ്സഹായരായിട്ട് പോവുകയാണ്. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിക്ക് എന്താ പറയുക? പ്രിയമുള്ളവരെ, ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്ത് നിഷ്പക്ഷമതികളായ പത്രപ്രവർത്തകന്മാർ, അതാണ് ആവശ്യം. വാർത്തകൾക്ക് അവരവരുടെ ഭാവനാവിലാസം കൊടുക്കുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണം കൊടുക്കുന്നവരാണ്, പക്ഷെ നിങ്ങളിലും ചില കള്ളനാണയങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിച്ചു. ഈ ഒരു വാക്ക് എല്ലാ മേഖലകളിലും ഇല്ലേ? അവിടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ധാരാളം എന്നല്ലെങ്കിലും കുറച്ചെങ്കിലും നടക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ വിലവർധന വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് ഒരു പത്രവുമായി ഞാൻ സംവാദത്തിലേർപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു, അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പം, എന്തിനേറെ പത്രങ്ങൾക്ക് കൂടി വില വർദ്ധിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം വാർത്ത കൊടുത്തത്, എന്തിനേറെ പാത്രങ്ങൾക്ക് കൂടി, ഒരു പാ എന്നുള്ളതിനൊരു ദീർഘം കൂട്ടി, പാത്രങ്ങൾക്ക് പോലും വില വർദ്ധിക്കുന്നില്ലേ എന്ന്. എന്തൊരു കൗശലക്കാരനായ പത്രപ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലുള്ള പ്രവർത്തകന്മാർ നിങ്ങളുടെ ഇടയിലുമുണ്ട്. അപ്പോൾ ഉദാഹരണം, കാസർഗോഡ് ഒരു സംഭവം ഉണ്ടായി. കാസർഗോഡ് ഒരു ഹോട്ടലിൽ, അറിയാമല്ലോ, സവർണയോ ബിരിയാണിയോ സവർണ കഴിച്ച് കുട്ടി അതേ ദിവസം അതല്ല 2 ദിവസം കഴിഞ്ഞ് മരിച്ചു. 2 ദിവസം കഴിഞ്ഞ് മരിച്ചു. വാർത്തകളായി ദൃശ്യപത്രമാധ്യമങ്ങളും മറ്റു പത്രമാധ്യമങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഹോട്ടലുകാരനെ ഏത് രീതിയിൽ ഇറക്കാൻ പറ്റുമോ, ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ, ആ രീതിയിലുള്ള വാർത്ത കൊടുത്തു. ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷം മംഗലാപുരം ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു, കുട്ടി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണ്. കുട്ടി ആത്മഹത്യ ചെയ്തതാണ് പ്രണയനൈരാശ്യം മൂലമെന്ന് അതിൻ്റെ റിപ്പോർട്ടും വന്നു. ഈ ഹോട്ടൽ 4 ദിവസം കഴിയുമ്പോഴേക്കും അടിച്ചു തകർത്തിരുന്നു. ഒരു പ്രവാസിയുടെ ഹോട്ടലായിരുന്നു. തെറ്റായ വാർത്ത കൊടുത്തതുകൊണ്ട് ആ പ്രവാസിയുടെ
ജീവിതകാലം ഉണ്ടാക്കിയ സമ്പാദ്യം അടിച്ചു തകർത്തു കഴിഞ്ഞു. അതൊരു പത്രപ്രവർത്തകൻ്റെ ചെറിയ 2-3 പത്രപ്രവർത്തകന്മാരുടെ പ്രവർത്തനപരമായി ഉണ്ടായ ഒരു സംഭവമാണ്. പിന്നീട് അത് ആത്മഹത്യയാണെന്ന് പറഞ്ഞപ്പോൾ അതേ പത്രത്തിൽ ചെറിയൊരു വാർത്ത, ഒരു കോണം വാർത്ത മാത്രം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും ജീവിതത്തിലുണ്ടാക്കിയ മുഴുവനും 4 ദിവസം കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. ഇതൊക്കെ പത്രപ്രവർത്തകന്മാരുടെ, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞു ഇതിലും കള്ളനാണയങ്ങളുണ്ട്, എല്ലാത്തിലും കള്ളനാണയങ്ങളുണ്ട്. അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. നിഷ്പക്ഷമായ പത്രപ്രവർത്തനം നടത്താൻ എല്ലാ പത്രപ്രവർത്തകന്മാർക്കും സാധിക്കുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തണം. പലരും അവരവരുടെ യജമാനന്മാരുടെ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽസിൻ്റെ താല്പര്യമനുസരിച്ച് പത്രപ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് വാസ്തവമല്ലേ? അത് രാഷ്ട്രീയമായാലും മറ്റേത് മേഖലയിലായാലും. അപ്പോൾ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു വ്യാപാരത്തെ അല്ലെങ്കിൽ ഒരു വ്യവസായത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനത്തെ നിഷ്പക്ഷമായ രീതിയിൽ കാണുന്നതിന് പകരം ഒരു പ്രത്യേക വീക്ഷണത്തിലൂടെ കാണുമ്പോൾ അത് ജനങ്ങളിലെത്തുമ്പോൾ ജനങ്ങളിലുണ്ടാവുന്ന വികാരം അത് വളരെ മോശപ്പെട്ടതായിരിക്കും. അപ്പം പരസ്പരം സഹകരിക്കാം, നമുക്ക് പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ആരാണ് ഈ ഹോട്ടലുകാർ? ഹോട്ടലുകാർ പഴയ സത്രം നടത്തിപ്പുകാരുടെ പിൻഗാമികളാണ്. രാജഭരണകാലത്ത് രാജ്യത്ത് നാട്ടുരാജാക്കന്മാർ സത്രങ്ങൾ ഏർപ്പെടുത്തുമായിരുന്നു. ആ സത്രം നടത്തിപ്പുകാരനെ വലിയ സംഖ്യ കൊടുക്കും ഓരോ വർഷവും. അതേപോലെ തന്നെ അവർക്ക് രാജാവിൻ്റെ മന്ത്രിസഭയിൽ പ്രത്യേക പ്രതിനിധികളായി അവരെ ക്ഷണിക്കും. അവർക്ക് വർഷം തോറും ധാരാളം ഏക്കർ സ്ഥലം പാട്ടത്തിന് കൊടുക്കും. ധാരാളം ഖജനാവിൽ നിന്നും സംഖ്യ പോകും. ഇത്തരം സൗകര്യങ്ങളൊക്കെ ഈ സത്രം നടത്തിപ്പുകാർക്ക് പഴയ നാട്ടുരാജാക്കന്മാർ നൽകിയിരുന്നു. അവരുടെ പിൻഗാമികളാണ് ഇന്നത്തെ ഹോട്ടലുകാർ. ഈ ഹോട്ടലുകാരെ ഇന്നത്തെ ജനകീയ ജനാധിപത്യ സർക്കാർ എങ്ങനെയാണ് കാണുന്നത്? വരുമാനത്തിന് വേണ്ടി പിഴിയാണ്. എന്തെല്ലാം തരത്തിലുള്ള നികുതി ഏർപ്പെടുത്തണം അതേക്കുറിച്ച് ഓരോ ദിവസവും റിസർച്ച് നടത്തുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ജി എസ് ടി അവരൊരു പുതിയ മാനം കണ്ടെത്തി. വാടകയ്ക്ക് GST അടക്കണം. അപ്പോൾ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ മാറുമ്പോൾ ശക്തമായ രീതിയിൽ ഞങ്ങളുമായി സഹകരിച്ച് ഇത് സർക്കാരിൻ്റെ തെറ്റായ നയമാണ്, ഈ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ കാര്യങ്ങൾ നടത്തുന്ന ഈ മേഖലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായ സഹകരണം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്ന് അവരെ ബോധിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെ അറിയിക്കുകയും ചെയ്യുമ്പോൾ ഈ മേഖല മുന്നോട്ട് ഇനിയും വരും. ഇവിടെ ഇപ്പം പറഞ്ഞില്ലേ 15,000-ഓളം ഹോട്ടലുകാർ ഈ GST വിഷയത്തിൽ പൂട്ടിക്കഴിഞ്ഞു. ഓരോ കാര്യങ്ങളിലും ഹോട്ടലുകാർ പീഡിപ്പിക്കപ്പെടുന്നു. അത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കാര്യം, അങ്ങനെ ഓരോ കാര്യങ്ങളുമുണ്ട്. ഈ മേഖല വളരാതിരിക്കാൻ ടൂറിസം മേഖലയിൽ ശിക്ഷിക്കുകയാണ് ഹോട്ടലുകാരെ, ഒരു കാര്യവുമില്ലാതെ അവരെ പീഡിപ്പിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ നിങ്ങളുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾക്ക് അമ്മ ഭക്ഷണം തരാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളുടെ പത്രങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങൾക്കും എല്ലാവിധ സഹായം തരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളോട് വിനയപൂർവ്വം ഒരു കാര്യമേ പറയാനുള്ളൂ, ഞങ്ങളെ വല്ലാത്ത ക്രൂശിക്കരുത്. ഇപ്പോൾ പറഞ്ഞു കള്ളനാണയങ്ങളില്ലേ എന്ന്, എല്ലാ രംഗത്തും ഉണ്ടല്ലോ. ഇപ്പം ഹോട്ടലുകളിൽ മാത്രം കള്ളനാണയങ്ങളുണ്ട്. പഴകിയ സാധനം, എൻ്റെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു, ഈ പഴകിയ സാധനം ആണെന്ന് എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവുക? അതിന് എന്ത് ഉപകരണമാണ് ഇവരടുത്തുള്ളത്? എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ ഈ ആരോഗ്യവകുപ്പിന്? FSSAക്കാരടുത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ? അങ്ങനെ ഒരു സംവിധാനവുമില്ല. അതേപോലെ തന്നെ എന്ത് കാര്യത്തിനായാലും ഹോട്ടലുകാരെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഹോട്ടലുകാർക്ക് ഏൽപ്പി വാങ്ങുമ്പോൾ ഒന്ന് നമ്മളെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ. നിഷ്പക്ഷമായ പത്രപ്രവർത്തകന്മാരുടെ എല്ലാവിധ പിന്തുണയുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഈ വ്യവസായം നിലനിൽക്കാൻ വേണ്ടി. ഏകദേശം കേരളത്തിൽ ഒരു 50,000-ഓളം ഹോട്ടൽ അസോസിയേഷൻ മെമ്പർമാരുണ്ട്. ഈ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന 10 ലക്ഷത്തോളം ജനങ്ങളുണ്ട്. നിങ്ങൾക്കൊക്കെ ഭക്ഷണം, അമ്മ ഭക്ഷണം തരാൻ ഞങ്ങൾ സദാ സന്നദ്ധരാണ്. ഏത് സമയത്തായാലും, കാശില്ലെങ്കിലും കാശുണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളെ അതിഥികളെ പോലെ സൽക്കരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഞങ്ങളുമായി സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
നമ്മുടെ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി മലബാറുകാരനാണ് ബാലകൃഷ്ണ പൊതുവാൾ. വളരെ വികാരപരമായി വളരെ ഇരുത്തത്തോടെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയുണ്ടായി. രാവിലെ ഈ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സുരേഷ് ഗോപി ഒരു കാര്യം പറയുകയുണ്ടായി. ഭക്ഷ്യസുരക്ഷയുടെ പേരിൽ, മലിനീകരണ നിയന്ത്രണത്തിൻ്റെ പേരിൽ ഒക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, പീഡിപ്പിക്കുന്ന, ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, കൈക്കൂലി വാങ്ങുന്നുണ്ടെങ്കിൽ അവരെ നടുവൊടിച്ചു വിടേണ്ടതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മേൽനോട്ടം വഹിക്കാൻ, അത്തരം കൈക്കൂലിക്കെതിരായ നടപടികളെടുക്കാനായിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഇവിടെ ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ കേരളത്തിലെ ടൂറിസത്തെ വളർത്തുന്ന, കേരളത്തിലെ കുടുംബങ്ങളെ നല്ല ഭക്ഷണം നൽകി ഊട്ടുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, പവിത്രമായ വിശുദ്ധമായ ഭക്ഷണം തുടർന്നും വിളമ്പട്ടെ. കേരളത്തിൻ്റെ മനം നിറയ്ക്കട്ടെ, വയറ് നിറയ്ക്കട്ടെ. എല്ലാ നന്മയും നേരുന്നു. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇവിടെ എത്തിയ ഞങ്ങളുടെ മാതൃഭൂമിയുടെ ബ്യൂറോ ചീഫായിട്ടുള്ള CK രാജശേഖരൻ, ജോയി മണ്ണൂർ, ജീവൻ TVയുടെ ചീഫ് ന്യൂസ് എഡിറ്ററായ ബാബു ഉളപ്പായ, ദേശാഭിമാനിയുടെ റിപ്പോർട്ടറായിട്ടുള്ള നിതിൻനാഥ്, ഇതിനൊക്കെ പുറമെ നമ്മുടെ സംഘടനയുടെ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ, സംസ്ഥാന സെക്രട്ടറി KP ബാലകൃഷ്ണ പൊതുവാൾ, വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ബിജുലാൽ, പ്രസാദ് ആനന്ദഭവൻ, മുഹമ്മദ് ഷെറീഫ് എന്നിവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. ഇത് ക്ഷമയോടെ, ഈ മാധ്യമ ചർച്ച ക്ഷമയോടെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുകയാണ്. താങ്ക് യു. തൃശ്ശൂർ പേരൂർ എക്സ്പ്രസിൻ്റെ എഡിറ്റർ
ശ്രീ ഡേവിസ് കണ്ണനായ്ക്കലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവരൊക്കെ നമ്മുടെ വാർത്തകൾ നന്നായി ഗംഭീരമായി കൊടുത്തിട്ടുള്ളതാണ്. വളരെ സീനിയറായിട്ടുള്ള പത്രാധിപരാണ് അദ്ദേഹം. അദ്ദേഹം 2 വാക്ക് ആശംസ പ്ലീസ്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിരുന്നു. ജനപ്രതി ഇപ്പോഴും ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനൊക്കെ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സ്വല്പം വൈകിട്ട് ഞാൻ ഈ എക്സ്പോ വഴിക്കാണ് കടന്നു വന്നത്. സംഭവത്തിനെ കുറിച്ചുള്ള വാർത്ത ഫ്രാങ്കോ ഭംഗിയായിട്ട് തന്നതൊക്കെ പത്രത്തിൽ കൊടുത്തു, അത് വായിക്കുകയും ചെയ്തെങ്കിലും ഇത്ര ഭയങ്കര ഒരു സംഭവമാണ്, ഭയങ്കരം എന്ന് പറയാൻ പറ്റില്ല. ആ എക്സ്പോ നമ്മുടെ കണ്ണ് തള്ളിപ്പോയി വാസ്തവത്തിലെ കണ്ടപ്പോൾ. ഗംഭീരമായിട്ടുള്ള നിങ്ങളുടെ ഈ സമ്മേളനത്തിൻ്റെ ഒരു പൊൻതൂവൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന എക്സ്പോ ആണെന്ന് തോന്നുന്നു. ഗംഭീരമായിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ സമ്മേളനം 60ാം വാർഷികം എന്നുള്ളൊരു പ്രാധാന്യം ഉണ്ട്. അതിലുപരിയായിട്ട് ശരിക്കും ഇപ്പം ഞങ്ങളുടെ സാംസ്കാരിക നഗരിയൊക്കെ എന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ തൃശ്ശൂരിനെ കുറിച്ച്, അതിന് ഒരു അലങ്കാരമായിട്ടുള്ള ഒരു സമ്മേളനമായി എന്നുള്ളൊരു സന്തോഷം കൂടി പ്രകടിപ്പിക്കുകയാണ്. ചർച്ച വളരെ ഹൃദ്യമായിരുന്നു. ഞാൻ ആദ്യാവസാനം ചർച്ച കേട്ടു, വളരെ ഭംഗിയായിട്ട്. പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിയുടെ ഇടപെടൽ അത് വളരെ മൂർച്ചയേറിയതും. നമുക്ക് ചർച്ച എന്ന് പറഞ്ഞതാണല്ലോ, പല വശങ്ങളും നമ്മൾ കാണുക കേൾക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ വളരെ പ്രസക്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളും അതെ. ഞാൻ ഈ അറിവിൻ്റെ കുറവുണ്ട്, കാലത്തിൻ്റെ മാറ്റത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പം ഇത് അറിവ് പത്രക്കാരായതുകൊണ്ട് എല്ലാം അറിയാമെന്നൊക്കെ ഒരു നാട്യം പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ട്, അങ്ങനെ ഒരു ധാരണയുണ്ട്. പക്ഷെ അത് അല്ല. ഈ പറഞ്ഞ പോലെ ചർച്ചകളൊക്കെ വളരെ വൈകാരികമായിട്ടും ഒക്കെ പോകുന്നതിനപ്പുറം മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ അത് വിശകലനം ചെയ്ത് അതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ അതേക്കുറിച്ച് അറിയാനുള്ള ഒരവസരമായിട്ട് മാധ്യമങ്ങൾ മാറ്റിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സമ്മേളനത്തിൽ ഒന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള വലിയ സന്തോഷവും നിങ്ങളുടെ സംഘടനയെക്കുറിച്ചുള്ള വലിയ അഭിമാനവും അതിനൊരു അവസരം കിട്ടിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഫ്രാങ്കോ പറഞ്ഞത് ഇവിടെ വന്നിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുമ്പോൾ ഞാൻ ഈ അവസാനം കയറി വന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടാകരുത്. ഞാൻ ആദ്യ അവസാനം ഇതിൽ പങ്കെടുക്കുന്നു. ഒരിക്കൽ കൂടി ഈ സമ്മേളനം സംഘടിപ്പിച്ചതിൻ്റെ ആ ഒരു വലിയ ഒരു തലം, ആ തലത്തെ വളരെ വിനയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി ഡേവിസ് ചേട്ടൻ. ഡേവിസ് കണ്ണനായ്ക്കൽ എക്സ്പ്രസ് പത്രത്തിൻ്റെ എഡിറ്ററാണ്, ഒരു ജനകീയ നേതാവ് കൂടിയാണ് അദ്ദേഹം. താങ്ക് യു. നമ്മുടെ അസോസിയേഷൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബിജുലാൽ 2 വാക്ക് സംസാരിക്കുന്നതാണ്. ആദരണീയ തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകർക്ക് വളരെ നല്ല ബന്ധമാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനുമായി കാലങ്ങളായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഉള്ളത്. ഈ കഴിഞ്ഞ കുറച്ച് സംസ്ഥാന സമ്മേളനങ്ങളിലായി എവിടെയാണോ സമ്മേളനം നടക്കുന്നത് ആ സമ്മേളന സ്ഥലങ്ങളിൽ, വേദികളിൽ മാധ്യമങ്ങളുമായി ഒരു സെമിനാർ, ഹോട്ടൽ വ്യാപാര അല്ലെങ്കിൽ ഭക്ഷണ വിതരണ മേഖലയും മാധ്യമങ്ങളും
എന്ന വിഷയത്തെ സംബന്ധിച്ചൊരു സെമിനാർ സംഘടിപ്പിക്കുന്ന പതിവുണ്ട്. ഈ കഴിഞ്ഞ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിലാണ് സമ്മേളനത്തിലെ ഏറ്റവും മികച്ച സെമിനാറുകളിൽ ഒന്ന് മാധ്യമ സെമിനാർ തന്നെയായിരുന്നു. മാധ്യമരംഗത്തെ പ്രധാന ഇവിടെ ഉള്ളതുപോലെ തന്നെയുള്ള പ്രധാന പത്രങ്ങളിലെ മുഖ്യ പത്രാധിപരും ചാനൽ റിപ്പോർട്ടർമാരൊക്കെ ഉൾപ്പെടെയുള്ള ഒരു നല്ല സംവാദം പോലെ തന്നെയാണ് ഇന്ന് ഇവിടെയും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അത് നയിച്ച ഫ്രാങ്കോ സാർ ഉൾപ്പെടെയുള്ള പങ്കെടുത്ത എല്ലാവരും തന്നെ ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. ഭക്ഷണ വിതരണ നിർമ്മാണ മേഖലയിലെ ഞങ്ങളുടെ ആശങ്കയെപ്പറ്റി, അത് നടത്തുന്നവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് എല്ലാം ഇവിടെ സംസ്ഥാന പ്രസിഡന്റും സംഘടനയെ പ്രതിനിധിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറിയൊക്കെ വിശദീകരിക്കുകയുണ്ടായി. സമൂഹത്തിൽ രണ്ട് തരം കണ്ണുകളാണുള്ളത്. ഒന്ന്, വലിയ വലിയ കാര്യങ്ങളിൽ വലിയ വലിയ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകുമ്പോൾ ഒന്നും അത് ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യവും, ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും ചെറിയ അബദ്ധങ്ങൾ സംഭവിച്ചാൽ അത് വലിയ രീതിയിൽ പാർവതീകരിച്ച് വലുതാക്കി കാണിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യവുമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോട്ടൽ ഉടമകൾ നമ്മുടെ സമൂഹത്തിൽ വിഷലിപ്തമാക്കിക്കൊണ്ടിരിക്കുന്ന ലഹരി മാഫിയകളെ അവർക്ക് കൊടുക്കുന്ന പരിഗണന പോലും നൽകാതെയാണ് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് ഏതോ ഒരു ആളുകൾ ഫോൺ വിളിച്ച് എന്തെങ്കിലും പരാതിപ്പെട്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുതാ മനോഭാവം തോന്നിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയാൽ അതിനു വേണ്ടിയുള്ള റെയ്ഡുകളും അതേ തുടർന്നുണ്ടാവുന്ന പത്രവാർത്തകളും വരുന്നത്. അത് ശരിയാണോ, വ്യാജമാണോ, പണം തട്ടാനുള്ള പിന്നാമ്പുറ സാഹചര്യങ്ങൾ അതിലുണ്ടോ എന്നൊന്നും ആലോചിക്കാതെ വാർത്തകൾ കൊടുക്കുന്നതിനൊന്നും നമ്മളെതിരല്ല. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ജെന്യൂനായിട്ടുള്ള വാർത്തകൾക്കൊന്നും, പക്ഷേ അത് ഏത് തരത്തിലെല്ലാം ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെയാണ് അത് കടന്നു പോകുക എന്നുള്ളൊരു സാമാന്യ ചിന്ത പത്രമാധ്യമ സുഹൃത്തുക്കൾ പുലർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ചെറിയൊരു അനുഭവം പറയാം. ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഹോട്ടൽ ഉടമ വിളിച്ചു. വളരെ മാനസിക സംഘർഷത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു 35 വർഷത്തോളമായി 3-4 സ്ഥാപനങ്ങളായി അദ്ദേഹം ഇപ്പോൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൽ റെയ്ഡ് നടന്നിട്ട് പഴകിയ ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ പിടിച്ചിട്ടില്ല. അവിടെ വെള്ളം തളകെട്ടി നിൽക്കുന്നു, കുറച്ച് ടൈൽസുകൾ മാറ്റാനുണ്ട്, കുറച്ച് മറ്റ് സാഹചര്യങ്ങളെല്ലാം കണ്ടെത്തി, ന്യൂനതകൾ കണ്ടെത്തി, അതിന് റെക്ടിഫിക്കേഷൻ, അത് പരിഹരിക്കാനുള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്ന ഒരു ഹോട്ടലുടമയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പഴകിയ ഭക്ഷണം പിടിച്ചു എന്നുള്ള പേരിൽ ഒരു വാർത്ത വന്നു. ആ വാർത്ത വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്കെല്ലാം ആ കുട്ടിയുടെ അച്ഛൻ്റെതാണ് ആ സ്ഥാപനം എന്നറിയാം. ആ കുട്ടി സ്കൂളിൽ പോകാൻ തയ്യാറാവുന്നില്ല. തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ്റെ സ്ഥാപനം എന്തോ ഒരു അപരാധം അല്ലെങ്കിൽ തെറ്റ് ചെയ്തു, അച്ഛനെ എന്തോ ഒരു ശിക്ഷ ലഭിക്കാൻ പോകുന്നു എന്നുള്ള പോലെയുള്ള മാനസിക ഭീതിയിലാണ് കുട്ടി സ്കൂളിൽ പോകുന്നില്ല. ഭയങ്കര കരച്ചിൽ, വലിയ ബുദ്ധിമുട്ട്. ടീച്ചർമാരെ പോയി കണ്ടു. ടീച്ചർമാർ ആ കുട്ടിയെ സംസാരിച്ചു, വീട്ടിൽ നിന്ന് സംസാരിച്ചു, അതിൻ്റെ മറ്റ് സാഹചര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോയപ്പോഴാണ് എന്നെ ബന്ധപ്പെട്ടത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓഫീസിൽ പോയി. അപ്പോൾ ഓഫീസിൽ പോയപ്പോൾ ഔദ്യോഗിക തലത്തിലുണ്ടായിട്ടുള്ള മറുപടി, ഞങ്ങളാർക്കും പേരൊന്നും കൊടുത്തിട്ടില്ല, നിങ്ങൾ വേണേൽ കേസ് കൊടുത്തോ എന്നുള്ളതാണ്. പത്രത്തിനെതിരെ കേസ് കൊടുത്തോ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിയമപരമായി ഉള്ള നടപടികളിലൂടെ മുമ്പോട്ട് പോകാമോ എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ അതുമായി ചർച്ച ചെയ്തു. ദൃശ്യ മാധ്യമ സുഹൃത്തിനെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തെറ്റ് അദ്ദേഹം സമ്മതിച്ചു. കാരണം അവിടെ നിന്നും അന്നേരം ആ സമയത്ത് കൊടുത്ത ലിസ്റ്റിൽ ഈ സ്ഥാപനത്തിൻ്റെ പേരും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞ പേരിൽ ഈ സ്ഥാപനത്തിൻ്റെ പേരും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. രണ്ടു കൂട്ടരും വൈരുദ്ധ്യാത്മകമായിട്ടുള്ള അഭിപ്രായങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പോൾ നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന പല സാഹചര്യങ്ങളും നമുക്കറിയാം. ഇന്ന് കച്ചവടത്തിലുണ്ടാവുന്ന ബാധ്യത മൂലം വ്യാപാരികൾ ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമ സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പം
ഏതെങ്കിലും ആ വാർത്തയുടെ യാഥാർത്ഥ്യം ഉറവിടം മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് വരുന്നത് വരെ ഉള്ള ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്യാനാണ് എന്നോട് ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. അദ്ദേഹം വന്നു. ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഫ്രാങ്കോ സാറിനെ കൊടുക്കുന്നു, മൈക്ക് ഏൽപ്പിക്കുന്നു. ബഹുമാന്യനായ മന്ത്രി, കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർ ഫോണിൽ വിളിച്ചതുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സെമിനാറിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടി വന്നത്. അദ്ദേഹം ഇന്നത്തെ പൊതുസമ്മേളനത്തെ അഭിസംബോധന കൊണ്ട് ചെയ്ത് സംസാരിച്ചതിൽ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചില പ്രത്യേക പാക്കേജുകൾ നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. സാധിച്ചാൽ നാളത്തെ കഴിഞ്ഞ് എറണാകുളത്ത് നമ്മുടെ ഓഫീസിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം കൂടി അദ്ദേഹം നോക്കുന്നുണ്ട്. വളരെ സന്തോഷം. നമ്മുടെ ഈ മാധ്യമ സംവാദത്തിലേക്ക്, ഇതൊരു സംവാദമൊന്നുമല്ല, നമ്മുടെ കുറേ വിഷമങ്ങൾ നമ്മുടെ മാധ്യമ ലോകത്തെ പ്രിയപ്പെട്ടവരെ ഒന്ന് അറിയിക്കുക എന്ന് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. ഒപ്പം തന്നെ നമ്മുടെ സമ്മേളനത്തിലേക്ക് അതിഥികളായിട്ട് അവർ എത്തുക, ഇത്ര മാത്രമാണ് ഈ ഒരു ചർച്ച കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തായാലും അത് നമുക്ക് സാധിച്ചു എന്നാണ്